بسم الله الرحمن الرحيم السلام عليكم ورحمة الله وبركاته. أعوذ بالله من الشيطان الرجيم. بسم الله الرحمن الرحيم. الحمد لله رب العالمين والعاقبة للمتقين. اللهم صل على محمد وعلى آل محمد كما صليت على إبراهيم وعلى آل إبراهيم إنك حميد مجيد وبارك على محمد وعلى آل محمد كما باركت على إبراهيم وعلى آل إبراهيم إنك حميد مجيد. أما بعد, ബാക്കി നിങ്ങളുടെ കയ്യിലാണ് കാര്യം. കഴിഞ്ഞ സൂറത്ത് മുഹമ്മദ് നമ്മൾ കഴിഞ്ഞ ആഴ്ച അവസാനിപ്പിച്ചിരുന്നു. പുതിയ സൂറത്ത് ഏതാണ്? ഒരഭിപ്രായം ഇങ്ങനെ വന്നതേ, നിങ്ങളൊക്കെ പല ക്ലാസ്സുകളിൽ പങ്കെടുക്കുന്ന ആളുകളാണല്ലോ. അപ്പോൾ ഇടയ്ക്കെന്ന് ഇങ്ങനെ എടുത്തിട്ട് ഏതൊക്കെ പഠിച്ചത് ഏതൊക്കെ പഠിക്കാത്തത് എന്നൊരു ഓർമ്മ കിട്ടണില്ല. ഇപ്പം തന്നെ അൽക്കഹഫ് 5ാമത്തെ 6ാമത്തെ തവണയൊക്കെയാണ് എന്ന് ഇങ്ങനൊരു അഭിപ്രായം. അപ്പോൾ തുടർച്ചയായിട്ട് പോയാലോ എന്നൊരു തോന്നൽ അഭിപ്രായമായി വന്നിട്ടുണ്ട്. എനിക്ക് വന്നതല്ല. എന്താണ് നിങ്ങളുടെ അഭിപ്രായം? അങ്ങനെയാണെങ്കിൽ ഫത്ഹ് തന്നെ തുടങ്ങാം അല്ലേ? മുഹമ്മദിന് ശേഷമുള്ള അധ്യായം സൂറത്ത് അൽ ഫത്ഹ് തന്നെ തുടങ്ങാം. ഞാൻ മനസ്സിലുണ്ടായിരുന്നത് സൂറത്ത് മുജാദല മുതൽ താഴേക്കുള്ള ആ അധ്യായം, ആ സൂറത്ത്, ആ ജുസ് അത് പഠിക്കാമെന്നായിരുന്നു. അപ്പോൾ ഏതായാലും ഫത്ഹിലേക്ക് മാറി ഇൻഷാ അല്ലാഹ്. വേണ്ട, തുടർച്ച അങ്ങനെ നടന്നോട്ടെ ഇൻഷാ അല്ലാഹ്. സൂറത്ത് അൽ ഫത്ഹ് 511ാമത്തെ പേജ്, 48ാമത്തെ അധ്യായമാവാനാണ് സാധ്യത. ആ സൂറത്തിൻ്റെ നമ്പർ കാണാതെ പഠിച്ചേക്കുന്ന സ്വഭാവം ഇല്ലാത്തതുകൊണ്ട് മാറാനുള്ള സാധ്യത ഉണ്ട്. ഇല്ല, 48 തന്നെ. പേജ് 511, അധ്യായം 48, സൂറത്ത് അൽ ഫത്ഹ്. കിട്ടിയോ? പേജ് 511, അധ്യായം 48, അൽ ഫത്ഹ്. തുടങ്ങട്ടെ? ഒന്നിച്ചല്ലേ? കാലത്തിനായിട്ട് ഒരു രസം കിട്ടണില്ല. എന്നാൽ പിന്നെ ഞാൻ ഓരോരായത്ത് ഓതാം അല്ലേ? അഊദു ബില്ലാഹി മിനശ് ശൈത്വാനിർ റജീം. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. ഇന്നാ ഫതഹ്നാ ലക ഫത്ഹൻ മുബീനാ. ഇന്നാ ഫതഹ്നാ ലക ഫത്ഹൻ മുബീനാ ലിയഗ്ഫിറ ലക അല്ലാഹു മാ തഖദ്ദമ മിൻ ദംബിക വമാ തഅഖർ. പോരാ. ലിയഗ്ഫിറ ലക അല്ലാഹു മാ തഖദ്ദമ മിൻ ദംബിക വമാ തഅഖറ വയുതിമ്മ നിഅമതഹു അലൈക വയഹ്ദിയക സിറാത്തൻ മുസ്തഖീമാ وينصرك الله نصرا عزيزا. هو الذي أنزل السكينة في قلوب المؤمنين ليزدادوا إيمانا مع إيمانهم ولله جنود السماوات والأرض
وكان الله عليما حكيما ليدخل المؤمنين والمؤمنات جنات تجري من تحتها الأنهار خالدين فيها ويكفر عنهم سيئاتهم وكان ذلك عند الله فوزا عظيما ويعذب المنافقين والمنافقات والمشركين والمشركات الظانين بالله ظن السوء عليهم دائرة السوء وغضب الله عليهم ولعنهم وأعد لهم جهنم وساءت مصيرا ولله جنود السماوات والأرض وكان الله عزيزا حكيما إنا أرسلناك شاهدا ومبشرا ونذيرا لتؤمنوا بالله ورسوله وتعزروه وتوقروه وتسبحوه بكرة وأصيلا ശരി തുടങ്ങി നോക്കാണി إنا فتحنا لك فتحا مبينا ليغفر لك الله ما تقدم من ذنبك وما تأخر ويتم نعمته عليك ويهديك صراطا مستقيما وينصرك الله نصرا عزيزا هو الذي أنزل السكينة في قلوب المؤمنين ليزدادوا إيمانا مع إيمانهم ولله جنود السماوات والأرض وكان الله عليما حكيما ليدخل المؤمنين والمؤمنات جنات تجري من تحتها الأنهار خالدين فيها ويكفر عنهم سيئاتهم وكان ذلك عند الله فوزا عظيما ويعذب المنافقين والمنافقات والمشركين والمشركات الظانين بالله ظن السوء عليهم دائرة السوء وغضب الله عليهم ولعنهم وأعد لهم جهنم وساءت مصيرا ولله جنود السماوات والأرض وكان الله عليما حكيما وكان الله عزيزا حكيما إنا أرسلناك شاهدا ومبشرا ونذيرا لتؤمنوا بالله ورسوله وتعزروه وتوقروه وتسبحوه بكرة وأصيلا. ഫത്തഹ്.
വിജയം എന്നാണ് അർത്ഥം. അൽ ഫതഹ് എന്ന് പറഞ്ഞാൽ ആ വിജയം അല്ലെങ്കിൽ യഥാർത്ഥ വിജയം എന്നാണ് അർത്ഥം കിട്ടുക. ഫതഹ് വിജയം, അൽ ഫതഹ് ആ വിജയം, ഏതോ ഒരു പ്രത്യേക വിജയമാണ് അല്ലെങ്കിൽ യഥാർത്ഥ വിജയം എന്നാണ് ഒരു ഇസ്മിൻ്റെ പിന്നിൽ അലിഫ് ലാം ചേർത്ത് പറഞ്ഞാൽ അങ്ങനെയാണ് അർത്ഥം കിട്ടുക. നമ്മൾ ഇംഗ്ലീഷിൽ സ്കൂള് ദ സ്കൂള് എന്ന് പറയുമല്ലോ. അപ്പോൾ സ്കൂളിൽ ദ ചേർത്താൽ എന്ത് മാറ്റം വരുമോ അതാണ് അറബി ഭാഷയിൽ ഇസ്മുകൾക്ക് മുമ്പ് അലിഫ് ലാം വന്നാൽ ഒരു ഗണത്തിൽ നിന്ന്, ഒരു കൂട്ടത്തിൽ നിന്ന്, ഒരു സമൂഹത്തിൽ നിന്ന് ഒരു വസ്തുവിനെ പ്രത്യേകമായി ചൂണ്ടിക്കാണിക്കാൻ ആണ് ആ പ്രയോഗം ഉണർത്തിയത്. മഅരിഫ എന്നാണ് ഭാഷാപരമായി ഗ്രാമാറ്റിക്കലായി പറയാൻ സാധിക്കുക. അപ്പോൾ ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം ഇന്നാ ഫതഹ്നാ ലക ഫതഹൻ മുബീനാ, തീർച്ചയായും നാം ഫതഹ്നാ ലക താങ്കൾക്ക് വേണ്ടി വിജയം നൽകിയിരിക്കുന്നു. ഫതഹൻ മുബീന വളരെ വ്യക്തമായ വിജയം. ഫതഹും മുബീൻ എന്നത് നമ്മൾ സാധാരണ മുസ്ലിങ്ങളോട് ഏതാണ് ഇസ്ലാം നേടിയ ഏറ്റവും വലിയ വിജയം നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ കാലത്ത് എന്ന് ചോദിച്ചാൽ മറുപടി ബദർ അല്ലെങ്കിൽ മക്ക വിജയം എന്നൊക്കെയാണ് അല്ലേ. നിങ്ങളോടിപ്പോൾ ഞാനത് ചോദിച്ചാൽ നിങ്ങളെന്താ പറയുക? ബദർ അല്ലെങ്കിൽ ഫതഹും മുബീൻ എന്ന് പറഞ്ഞാൽ ഞങ്ങളുടെ മനസ്സിൽ വരുന്ന ചിന്ത എന്താ? ഫതഹ് മക്ക, മക്ക വിജയം. മഹാനായ സ്വഹാബിമാരിൽ ഒരാൾ പറഞ്ഞു, ഞങ്ങൾ കണ്ടിരുന്നത് വിജയങ്ങളുടെ വിജയമായി ഏറ്റവും വലിയ വിജയമായി കണ്ടത് ബദറോ ഉഹദോ മക്ക വിജയമോ അല്ല, ഹുദൈബിയ സന്ധിയാണ്. ഞങ്ങൾ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ജീവിതകാലത്ത് അനുഭവിച്ച ഏറ്റവും വലിയ വിജയമായി ഞങ്ങൾ മനസ്സിലാക്കുന്നത് ഹുദൈബിയ സന്ധിയാണ്. അപ്പോൾ ഇവിടെ ഫതഹും മുബീൻ എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് ഹുദൈബിയ സന്ധിയാണ്. എന്താ ഹുദൈബിയ സന്ധി ഏറ്റവും വലിയ വിജയമാവാൻ കാരണം എന്നതറിയണമെങ്കിൽ ഹുദൈബിയ സന്ധിക്ക് മുമ്പും ഹുദൈബിയ സന്ധിയിലെ വ്യവസ്ഥകളും ഹുദൈബിയ സന്ധിക്ക് ശേഷമുണ്ടായ സംഭവ വികാസങ്ങളും കേവലമായിട്ടെങ്കിലും മനസ്സിലാക്കിയേ മതിയാവും. നമുക്കറിയാവുന്നതുപോലെ 40 വയസ്സിൽ പ്രവാചകത്വം ലഭിക്കുന്നു. വളരെ ചുരുക്കി പറയാണ്, 43-ാമത്തെ വയസ്സിൽ പ്രവാചകത്വത്തിൻ്റെ ദഅ്വാ പ്രവർത്തനങ്ങൾ പരസ്യമായി നടത്തുന്നു. അതുവരെ രഹസ്യമായിട്ടാണ്. 3 വർഷക്കാലം രഹസ്യമായി വളരെ വേണ്ടപ്പെട്ടവരെയും സ്വന്തം കുടുംബങ്ങളെയും മാത്രം ഉപദേശിച്ചിരുന്ന കാര്യം ഹിജ്റ 40 നബുവത്തിൻ്റെ 3 വർഷങ്ങൾക്ക് ശേഷം റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ 43 വയസ്സിന് ശേഷം അത് ഫസ്തഅ ബിമാ തുഅ്മർ എന്ന കൽപ്പന വന്നു. പരസ്യപ്പെടുത്തിക്കൊള്ളുക, ഇനി ആരെയും നോക്കേണ്ടതില്ല. അങ്ങനെ പരസ്യപ്രബോധനത്തിൻ്റെ കാലം വന്നു. ഇസ്ലാമിലേക്ക് ആളുകൾ കൂടിക്കൊണ്ടിരുന്നു. അതിന് ഇരട്ടിക്കപ്പുറം മർദ്ദനങ്ങളും പീഡനങ്ങളും എതിർപ്പുകളും ഉണ്ടായിക്കൊണ്ടിരുന്നു. ബിലാൽ, ഖബ്ബാബ്, അമ്മാർ ഇബ്നു യാസിർ, പിന്നെ യാസിർ, സുമയ്യ എന്നിങ്ങനെ നമ്മൾ കേൾക്കുന്ന റളിയല്ലാഹു അൻഹും അജ്മഈൻ നമ്മൾ കേൾക്കുന്ന എല്ലാ പീഡന കഥകളും എല്ലാ ക്രൂരമായ കൊലപാതകങ്ങളും നടന്നത് ഈ പരസ്യപ്രബോധനത്തിൻ്റെ കാലത്താണ്. ഒരു ഭാഗത്ത് മൃഗീയമായ മർദ്ദന പീഡനങ്ങൾ നടക്കുന്നു, മറുഭാഗത്ത് പ്രബോധന പ്രവർത്തനങ്ങൾ ഒരു മുടക്കവുമില്ലാതെ മുന്നോട്ട് പോകുന്നു. അതിൻ്റെ ഫലമായി ആളുകൾ അന്തം വിട്ട് നിൽക്കുന്നു. ഇത്രയൊക്കെ പീഡനങ്ങൾ ഏറ്റിട്ടും ഇതിൽ നിന്നൊരൊറ്റ ആളും പിന്തിരിയണില്ലല്ലോ, ഇതിലേക്ക് പിന്നെയും ആളുകൾ ചെന്നുകൂടുകയാണല്ലോ എന്നത് ആളുകളെ അത്ഭുതപ്പെടുത്തുകയും അങ്ങനെ അവർ കൂടുതൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് ചെവി കൊടുക്കുകയും കൂടുതൽ ആളുകൾ ഇസ്ലാമിലേക്ക് വന്നുകൊണ്ടിരിക്കുകയും ചെയ്യുന്ന കാലമാണ് പരസ്യപ്രബോധനത്തിൻ്റെ കാലം. അങ്ങനെ നിൽക്കക്കള്ളിയില്ലാത്തിടത്ത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ സ്വഹാബികളോട് അബിസീനിയയിലേക്ക് ഹിജ്റ പോകാൻ ആവശ്യപ്പെടുന്നു. അത് മക്കക്കാരുടെ കുത്തിത്തിരിപ്പിൻ്റെ ഫലമായി ആ ഹിജ്റയിൽ നിന്ന് അവർ തിരിച്ചു വരുന്നു.
ഇവിടെ ഇറങ്ങിയപ്പോൾ തങ്ങൾ കേട്ട വാർത്തകളെല്ലാം തെറ്റായിരുന്നു എന്ന് ബോധ്യമായപ്പോൾ നാട്ടിലേക്ക് വരാതെ കപ്പൽ അവർ തിരിച്ച് അബിസീനിയയിലേക്ക് തന്നെ വിടുന്നു. കുറച്ചുകൂടി കൂടുതൽ ആളുകൾ പോകുന്നു. ഇതാണ് 1-2 അബിസീനിയൻ ഹിജ്റകൾ എന്നൊക്കെ നമ്മൾ പഠിച്ചു വന്നത്, വളരെ ചുരുക്കാട്ടോ. അങ്ങനെ അബിസീനിയൻ ഹിജ്റ നടന്നുകൊണ്ടിരിക്കുക. അവിടെ ആളുകൾ 83 പുരുഷന്മാരും 11-12 സ്ത്രീകളും രണ്ടാമത്തെ അബിസീനിയൻ യാത്രയിൽ പങ്കെടുത്തിരുന്നു. ഇവിടെ വീണ്ടും പ്രബോധന പ്രവർത്തനങ്ങൾ നടക്കുന്നു. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയെയും ഹാസിം കുടുംബത്തെയും ഉൾപ്പെടെ അവർ ഷുഐബ് അബി താലിബിൽ 3 വർഷക്കാലത്തോളം ഉപരോധിക്കുന്നു, പട്ടിണിക്കിടുന്നു, പച്ചിലകൾ വരെ തിന്നേണ്ടി വരുന്ന ഗതികേടുണ്ടാകുന്നു. കാലഘട്ടത്തിന് അവസാനിപ്പിച്ചതിന് ശേഷം ഹിജ്റ 9 കൊല്ലം കഴിഞ്ഞ്, നുബുവത്തിൻ്റെ 9 കൊല്ലം കഴിഞ്ഞ് 10ാമത്തെ കൊല്ലത്തിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ താങ്ങും തണലുമായിരുന്ന അബൂ താലിബ് മരണപ്പെടുന്നു. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ എല്ലാമായിരുന്ന ഖദീജ റളിയല്ലാഹു തആല അൻഹയും മരണപ്പെടുന്നു. ആദ്യം മരണപ്പെട്ടത് ഖദീജയാണെന്നും അബൂ താലിബ് ആണെന്നും റളിയല്ലാഹു അൻഹ അബൂ താലിബ് ആണെന്നും 2 അഭിപ്രായങ്ങൾ ഉള്ളതുകൊണ്ടാണ് ഞാനത് അങ്ങനെ പറഞ്ഞത്. ഏതായാലും രണ്ടും ഹിജ്റ 10ാം വർഷത്തിലാണ്. ഈ വർഷത്തിന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ആമുൽ ഹുസ്ൻ, ദുഃഖവർഷം എന്നാണ് പേര് വെച്ചത്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം കാറ്റിൽപ്പെട്ട ഇല പോലെയായി എവിടെയും ഒരു തരത്തിലുള്ള സമാധാനവും ഒരു അവലംബവും ആശ്രയവും ഇല്ലാതെയായി തീർന്ന ആ സമയത്ത് തൻ്റെ അമ്മാവന്മാരുടെ കുടുംബങ്ങൾ താമസിക്കുന്ന തായിഫിൽ പോയി ഒരു സഹായം അഭ്യർത്ഥിക്കാമെന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തീരുമാനിക്കുന്നു. അങ്ങനെ 10ാം കൊല്ലത്തിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തായിഫിലേക്ക് പോകുന്നു. അതിനാണ് തായിഫ് ഹിജ്റ എന്ന് പറയുക. അവിടെ ചെന്നപ്പോൾ അമ്മാവന്മാരും കുടുംബക്കാരും സഹായിക്കുന്നതിന് പകരം അബ്ദുയാലയിൻ്റെ നേതൃത്വത്തിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമക്കെതിരെ ക്രൂരമായ ആക്രമണം നടക്കുന്നു. അവിടുത്തെ തെമ്മാടി പിള്ളേരെ എല്ലാവരെയും കൂടി വിട്ട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയെ കല്ലെറിഞ്ഞ് ഓടിക്കുന്നു. ഈ സ്ഥലമൊക്കെ തായിഫിലേക്കൊന്ന് പോകുമ്പോഴേ, ഉംറക്ക് പോകുമ്പോൾ ഈ ആടങ്ങാടി പോയ പോലെ പോകാതെ ഇതൊക്കെ അറിയാവുന്ന ആളുകളെ കൂട്ടിയിട്ടൊന്ന് പോയി കണ്ടാൽ നമ്മുടെ ജീവിതത്തിൽ വലിയ മാറ്റങ്ങളുണ്ടാകും. വലിയ മാറ്റങ്ങൾ. തൗഹീദ് എത്രമാത്രം നമുക്ക് പ്രധാനപ്പെട്ടതാണെന്ന് മനസ്സിലാവാൻ, തൗഹീദ് എത്രമാത്രം പ്രധാനപ്പെട്ടതാണ്, ജീവനേക്കാൾ, ജീവിതത്തെക്കാൾ, മറ്റെന്തിനേക്കാൾ നമുക്ക് പ്രധാനപ്പെട്ടതാണ് തൗഹീദ് എന്ന് മക്കയിലൂടെ പരിസര പ്രദേശങ്ങളിലൂടെ നബി തിരുമേനി സല്ലല്ലാഹു അലൈഹി വസല്ലമ പ്രവാചകത്വത്തിന് ശേഷം സഞ്ചരിച്ച നാടുകളിലൂടെ ഒന്നിങ്ങനെ നടന്നു പോയാൽ നമുക്ക് മനസ്സിലാകും. അതോടൊപ്പം എന്തുമാത്രം നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയെ നമ്മൾ ആദരിക്കണം, ബഹുമാനിക്കണം, സ്നേഹിക്കണം എന്നതും ആ യാത്രയിൽ നമുക്ക് ബോധ്യപ്പെടും. അത്തരമൊരു യാത്രയാണ് ഖുർആൻ പറഞ്ഞ ഖുൽ സീറൂ ഫിൽ അർളി ഫൻദുറൂ കൈഫ കാന ആഖിബത്തുൽ ലദീന മിൻ ഖബ്ലിഹിം. ദുനിയാവിൽ ഭൂമിയിലൂടെ സഞ്ചരിക്കുവിൻ നിങ്ങൾ. അത് കാഴ്ചകൾ കാണാനോ മനസമാധാനത്തിന് വേണ്ടിയോ ആയിക്കൂടാ. കൈഫ കാന ആഖിബത്തുൽ ലദീന മിൻ ഖബ്ലിഹിം, മുമ്പുള്ളവർ എന്തായിരുന്നു, എങ്ങനെയായിരുന്നു, എന്തായിത്തീർന്നു എന്ന് ഒന്ന് പരിശോധിക്കാനുള്ള യാത്രയാവണം എന്നാണ് പറഞ്ഞു. അപ്പോൾ ഇൻഷാ അല്ലാഹ് അങ്ങനെയാണ് നിങ്ങളതിന് പോകുന്ന. ഞാൻ എൻ്റെ കൂടെ പോരാൻ വേണ്ടി ആളെ കൂട്ടുകയല്ല കേട്ടോ, ആ പടിയില്ലല്ലോ. അപ്പോൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തായിഫിൽ നിന്ന് നിൽക്കക്കള്ളിയില്ലാതെ ഓടി രക്ഷപ്പെടുന്നു. തായിഫ് ചുരം കണ്ടവരാണ് നിങ്ങളുടെ കൂട്ടത്തിൽ കുറേ ആൾക്കാർ. ഇന്നിപ്പോൾ ഒരു ടൂറിസ്റ്റ് കേന്ദ്രം പോലെ ആ ചുരം ഭംഗി ബ്യൂട്ടിഫിക്കേഷൻ നടത്തിയിട്ടുണ്ടെങ്കിലും ആ ദുർഘടമായ ചുരം നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഓടി ഇറങ്ങേണ്ടി വന്നു. ശത്രുക്കളുടെ ഏറുകൊണ്ട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ കാലിൽ നിന്ന് ചോരയൊഴുകിയിട്ട് ചെരുപ്പും കാലും കൂടി കൂട്ടി ഒട്ടി മുന്നോട്ടൊരടി പോലും നടക്കാൻ കഴിയില്ല എന്ന് വന്നപ്പോൾ രക്ഷയ്ക്ക് വേണ്ടി തൊട്ടടുത്തുള്ള ഒരു മുന്തിരിത്തോട്ടത്തിനുള്ളിൽ കയറി ഒളിച്ചിരിക്കുകയാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം. എന്നിട്ട് അവിടെ വെച്ച് നബി അള്ളാഹുവിലേക്ക് കൈകൾ ഉയർത്തിയിട്ട് പ്രാർത്ഥിക്കുകയാണ്, പടച്ചവനെ നീ എന്നെ ആരെയാണ് ഏൽപ്പിച്ചത്? ഞാൻ ചെയ്യുന്ന പണി എന്താണ്? എൻ്റെ ദുരിതം ഇങ്ങനെയായി പോയല്ലോ. എന്നാലും അള്ളാഹുവേ, നീ എന്നോട് തൃപ്തരാണെങ്കിൽ, നീ എന്നെ പൊരുത്തപ്പെടുമെങ്കിൽ, നിനക്കെന്നോട് ഇഷ്ടമാണെങ്കിൽ ഇതൊക്കെയും സഹിക്കാൻ എനിക്ക് പ്രശ്നമില്ല. അത് നമ്മളൊന്ന് ആലോചിച്ചോക്കണം. പ്രാർത്ഥന, പഠിച്ചവനെ നീ പൊരുത്തപ്പെടുമെങ്കിൽ, തൃപ്തിപ്പെടുമെങ്കിൽ, നീ എനിക്ക് മാപ്പ് നൽകുമെങ്കിൽ എന്ത് ദുരിതവും സഹിക്കാൻ ഞാൻ തയ്യാറാണ്. അങ്ങനെ ആ വിഷമം കണ്ട് അവിടെ ആ തോട്ടത്തിൻ്റെ ഉടമസ്ഥന്മാർ റബിയയുടെ തോട്ടത്തിലാണ് അത് കയറിയിരുന്ന. റബിയ ഒരു മുശ്രിക്കാണ്.
എന്നാലും ഈ ബുദ്ധിമുട്ട് കണ്ടപ്പോൾ റബിയ തങ്ങളുടെ തോട്ടക്കാരനായ അദ്ദാസിൻ്റെ കയ്യിൽ ഒരു കൊല മുന്തിരി പഴുത്തത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം കൊണ്ടുപോയി കൊടുത്തു. ഈ റബിയക്കും അനിയനും അറിയാം നബി സല്ലല്ലാഹു അലൈഹി വസല്ലം, പക്ഷേ അദ്ദാസിന് അറിയില്ല. അദ്ദാസ് മുന്തിരിക്കൊല കൊണ്ടു കൊടുത്തപ്പോൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ബിസ്മില്ലാ എന്ന് പറഞ്ഞിട്ടത് വായിൽ വെച്ചു. അത് അബ്ദാസിനെ അന്തം പിടിയിപ്പിച്ചു. മക്കക്കാരോ അറബികളോ പറയാത്തൊരു പ്രയോഗം, എന്നാൽ ഞങ്ങൾ കാലങ്ങളായി പറഞ്ഞുകൊണ്ടിരിക്കുന്നതുമായൊരു പ്രയോഗം ഈ മനുഷ്യൻ എങ്ങനെ പറയണത്? അപ്പോൾ അദ്ദാസ് ചോദിച്ചു, നിങ്ങൾ ആരാണ്? ഈ ബിസ്മില്ല എവിടുന്ന് കിട്ടി? അപ്പോൾ എന്തേന്ന് ചോദിച്ച് പരിചയപ്പെട്ടപ്പോൾ അദ്ദാസ് പറഞ്ഞു, ഞാൻ നീനവക്കാരനാണ്. ഇത് ഞങ്ങളുടെ നാട്ടിൽ ഭക്ഷണം കഴിക്കുമ്പോൾ എല്ലാവരും പറയണതാണ്. നമ്മളെ മക്കളിപ്പോൾ പറയുന്നുണ്ടോ എന്നുള്ളതൊരു പ്രശ്നമാട്ടോ. നമ്മളെ മക്കളും പേരക്കുട്ടികളും ഇത് പറയുന്നുണ്ടോ എന്നുള്ളതൊരു പ്രശ്നമാണ്. അദ്ദാസ് പറഞ്ഞത് ഞങ്ങളാണിത് പറയല്. അപ്പം നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അങ്ങോട്ട് ചോദിച്ചു, നീ നീനവക്കാരനാണോ? അപ്പോൾ യൂനുസിൻ്റെ നാട്ടുകാരനാണല്ലോ, നീ യൂനുസിൻ്റെ ആളാണോ? അപ്പോൾ അയാൾ അന്തം വിട്ട് ചോദിച്ചു, യൂനുസിനെ നിങ്ങൾക്ക് എങ്ങനെ അറിയാം? റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം, ഞങ്ങൾ രണ്ടുപേരും ഒരേ കുലയിലെ രണ്ട് മുട്ടുകളാകുന്നു. യൂനുസും പ്രവാചകനാണ്, ഞാനും പ്രവാചകനാണ്. അദ്ദാസ് അതോടുകൂടി ഷഹാദത്ത് കലിമ ചൊല്ലി മുസ്ലിമായി. ഇപ്പം നമ്മളുടെ ജീവിതമാണെന്ത് ദഅവ എന്നതിനാണ് അതിന് തെളിവ്. ഏതായാലും നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തിരിച്ച് മക്കയിലേക്ക് തന്നെ വന്നു. അതികഠിനമായ പരീക്ഷണങ്ങൾ തായിഫിൽ നിന്നും അവിടെ നിൽക്കക്കള്ളിയില്ലാതെ തിരിച്ചു വന്നു എന്ന് പറഞ്ഞപ്പോൾ മക്കക്കാർക്ക് കൂടുതൽ ബോധ്യമായി, ഇനി ഇയാൾ എന്ത് ചെയ്താലും ചോദിക്കാനും പറയാനും ആരുമില്ല. മൃഗീയമായ പീഡനങ്ങൾക്കൊടുവിലാണ് ഈ ഹിജറ 12 നുബുവത്തിൻ്റെ 12-13 കൊല്ലങ്ങളിൽ ഈ ഇതെന്തുണ്ടാവുന്നത്, അഖബ ഉടമ്പടികൾ ഉണ്ടാവുന്നത്. ഹജ്ജിന് വരുന്ന കാലത്ത് പരസ്പരം ഉപദ്രവിക്കാത്ത കാലമാണല്ലോ ഹറം. അത് ഇപ്പോൾ യുദ്ധം നിഷിദ്ധമാണെന്ന് മുശ്രിക്കുകൾ വിശ്വസിക്കുന്ന കാലമാണ് ഹജ്ജിൻ്റെ മാസമായ ദുൽഖഅദ, ദുൽഹജ്ജ, ശവ്വാലും റജബ് മാസവും. ഈ മാസം മാത്രം പ്രബോധന പ്രവർത്തനങ്ങൾ നടത്താൻ പറ്റുന്ന അവസ്ഥയിലെത്തി മക്കയിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ. അപ്പോൾ ഹജ്ജിന് വരുന്ന ആളുകളെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ പരസ്യമായി തന്നെ കണ്ട് പ്രബോധനം ചെയ്ത കൂട്ടത്തിൽ മദീനക്കാരായ ഒരു 12 ആളുകൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ശ്രദ്ധയിൽ വന്നു. അവരുടെ ശ്രദ്ധയിൽ നബിയും പെട്ടു. അവർ തമ്മിൽ രഹസ്യമായി രാത്രിയിൽ സംസാരിച്ചപ്പോൾ അവർക്ക് മനസ്സിലായി ഇത് സത്യമാണെന്ന്. അവർ മുസ്ലിങ്ങളായി. അവർ ഹജ്ജ് കഴിഞ്ഞ് നാട്ടിൽ പോയി അവരുടെ നാട്ടിലുള്ള ആളുകളോട്, കൂട്ടുകാരോട്, കുടുംബക്കാരോടൊക്കെ ഒരു കൊല്ലം ഇത് പറഞ്ഞു നടന്നതിൻ്റെ ഫലമായി അടുത്ത വർഷം 72 ആളുകൾ മദീനയിൽ നിന്ന് ഹജ്ജിന് വന്നത് മുസ്ലിങ്ങളായിക്കൊണ്ടാണ്. സുബ്ഹാനല്ലാഹ്. നമ്മുടെ പ്രവർത്തനത്തിൻ്റെ ഒരു കുറവ് എത്ര നോക്കാണി. ആകെ കിട്ടിയ ഒരു സ്റ്റഡി ക്ലാസ് വെച്ച് അവരവൻ്റെ നാട്ടിൽ പോയി പറഞ്ഞിട്ട് ഒരു കൊല്ലം കൊണ്ട് 72 ആളുകൾ ഹജ്ജിന് വരാൻ പറ്റുന്ന രൂപത്തിലേക്ക് മാറ്റിയെടുക്കാൻ കഴിയാന്ന് പറഞ്ഞാൽ, നമ്മൾ ഈ കണ്ട സൗകര്യങ്ങളൊക്കെ ഉണ്ടായിട്ടും നമ്മളിങ്ങനെ മിണ്ടാതിരുന്നാൽ പഠിച്ചോ നമ്മളെ വിടുമോ? നമ്മളെ വിടൂല കേട്ടോ. കുറച്ചുകൂടെയൊക്കെ നമ്മളൊന്ന് ആലോചിച്ച് നോക്കാണ്ട്. നബിചരിതം പഠിക്കുന്നത് വെറുതെ നമ്മൾ കണ്ണ് കുളിർക്കാൻ വേണ്ടി മാത്രമായിക്കൂടാ. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയെ കുറിച്ച് അറിയാൻ വേണ്ടിയൊക്കെ നമുക്ക് മനസ്സിലായി മിസ്കാത്തി പറഞ്ഞു തന്നു എന്ന് പറയാൻ വേണ്ടി ആയിക്കൂടാ. നമുക്കതിൽ നിന്ന് ഗുണപാഠങ്ങൾ ഉണ്ടാവേണ്ടതുണ്ട്. അങ്ങനെ ഈ 72 ആളുകൾ രണ്ടാമത്തെ തവണയും വന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയോട് ഉടമ്പടി ചെയ്തതിൻ്റെ ഫലമായി നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തൻ്റെ അനുയായികളോട് പറഞ്ഞു, നിങ്ങൾ മദീനയിലേക്ക് പോയിക്കൊള്ളൂ. അവിടെ നിങ്ങൾക്ക് സ്നേഹവും സമാധാനവും സുരക്ഷിതത്വവും സഹായവും ഉണ്ടാകും. ഈ മർദ്ദന പീഡനങ്ങൾക്കൊരു അവസാനമുണ്ടാവണം, പോയിക്കൊള്ളൂ. അങ്ങനെയാണ് ഹിജ്റയുണ്ടാകുന്നത്. ഏകദേശം മൊത്തത്തിൽ ആളുകൾ പോയി കഴിഞ്ഞതിന് ശേഷമാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് ഹിജ്റക്കുള്ള അനുവാദം ലഭിക്കുന്നത്. അത്ഭുതം! നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ മക്കയിൽ ചെല്ലുമ്പോൾ 1000-ലധികം മുഅ്മിനീങ്ങൾ മദീനയിൽ നബിയെ കാത്തിരിക്കുന്നുണ്ടായിരുന്നു എന്നാ. അവിടെ നബി ചെന്നിട്ടില്ല, സല്ലല്ലാഹു അലൈഹി വസല്ലം പയർന്നു അറിഞ്ഞിട്ടില്ല, പ്രഭാഷണം നടത്തിയിട്ടില്ല. അവരിൽ 99% നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയെ കണ്ടിട്ടില്ല. പക്ഷേ ഇസ്ലാമിൻ്റെ മഹത്വവും ജീവിതത്തിൻ്റെ വിശുദ്ധിയും നബിയെ കണ്ട ആളുകളിൽ നിന്ന് കണ്ട് നമ്മുടെ അന്നത്തെ പേരെന്താ, മൗത്ത് പബ്ലിസിറ്റി അല്ലേ? മൗത്ത് പബ്ലിസിറ്റിയിലൂടെ 1000-ലധികം ആളുകൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയെ കാണാൻ വേണ്ടി ആഗ്രഹിച്ചിരുന്നിരുന്നു. അവർക്കിടയിലേക്കാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ ചെല്ലുന്നത്. അവിടെ ചെന്ന്
പിന്നെ അവിടുത്തെ സാമൂഹിക സാഹചര്യങ്ങളൊന്ന് സമാധാനത്തിൻ്റെതാക്കി മാറ്റാൻ വേണ്ടി മദീനക്കാരായ ഔസ് ഖസറജ് ഗോത്രങ്ങളോടും മദീനയിലെ താമസക്കാരായ യഹൂദ ഗോത്രങ്ങളോടുമൊക്കെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ ചില കരാറുകളിൽ ഏർപ്പെട്ടു. കരാറുകളിൽ ഏർപ്പെടുമ്പോൾ അതിൻ്റെ ഉദ്ദേശമായിട്ടുള്ള മദീനയെ സംരക്ഷിക്കുക, മദീനയിൽ ശാന്തിയും സമാധാനവും നിലനിർത്തുക, മദീനയ്ക്കു വേണ്ടി എല്ലാവരും ഒരുമിക്കുക. അവനവൻ്റെ ആദർശം സ്വീകരിച്ച് അവനവന് ജീവിക്കാം, പക്ഷെ മദീനയ്ക്കു വേണ്ടി എല്ലാവരും യോജിക്കുക. നമുക്കെന്താ മനസ്സിലായത്? ഇന്ത്യ മഹാരാജ്യത്തിന് വേണ്ടി ഇവിടെ ജീവിക്കുന്ന മുസൽമാൻ രാജ്യത്തിൻ്റെ രക്ഷയ്ക്കും സുരക്ഷിതത്തിനും വേണ്ടി പ്രവർത്തിക്കാൻ കടമപ്പെട്ടവനാണ് അല്ലേ? രാജ്യത്തിൻ്റെ ഐക്യവും അഖണ്ഡതയും സമൃദ്ധിയും ഇല്ലാതാക്കാനുള്ള ഒരു നേരിയ ശ്രമം പോലും മുസൽമാൻ്റെ പക്ഷത്ത് നിന്നുണ്ടായിക്കൂടാ. എന്തൊക്കെ ന്യായങ്ങൾ പറഞ്ഞാലും അത് പരിശുദ്ധ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെയോ ഏതെങ്കിലും ഒരു പ്രവാചകൻ്റെയോ ചര്യയിൽ അത് യോജിച്ച് നിൽക്കുകയുമില്ല. രാജ്യത്തിന് വേണ്ടി പ്രവർത്തിക്കേണ്ടവരാണ് നമ്മൾ. അങ്ങനെ കരാറുകളുണ്ടായി. കരാറുകളുണ്ടാകുന്നതിനിടയിൽ രണ്ട് സംഭവങ്ങളാണ് ഉണ്ടാകുന്നത്. കരാറുകൾ ഉണ്ടാകുന്നതോടുകൂടി മദീന സുരക്ഷിതമായി ശാന്തമായി സാഹോദര്യത്തിൻ്റെതായി. അവിടെ പിന്നീട് കുഴപ്പങ്ങളൊന്നുമില്ല. അതാണ് അതിൻ്റെ മെച്ചം നേട്ടം അതാണ്. പക്ഷെ അതിനിടയിൽ സംഭവിച്ചത് മദീനയിലെ രാജാധികാരത്തിലേക്ക് ഉയർന്നുകൊണ്ടിരുന്ന അബ്ദുല്ലാഹിബിൻ ഉബയ്യബിൻ സുലൂൽ, ഇതൊക്കെ പറഞ്ഞാലേ ഹുദൈബിയയിലേക്ക് എത്തുള്ളൂ. പിന്നെ അയാൾ ഔസ് ഖദറജ് ഗോത്രങ്ങൾക്കിടയിൽ രമ്യതയുണ്ടാക്കുകയും അവരിൽപ്പെട്ട ഒരു അറബി മുശ്രിക്കുമാണ്. ഇയാളായിരുന്നു മദീനക്കാരുടെ അവസാന വാക്ക്. യഹൂദികളോടുള്ള പോരാട്ടത്തിന് എപ്പോഴും ഔസ് ഖദറജ് ഗോത്രങ്ങൾക്ക് നേതൃത്വം കൊടുത്തിരുന്നത് ഈ അബ്ദുല്ലാഹിബിൻ ഉബയ്യബിൻ സുലൂലാണ്. കാര്യപ്രാപ്തിയുള്ള ആളുമായിരുന്നു. അയാളെ രാജാവാക്കാനുള്ള തീരുമാനവും മദീനക്കാരെടുത്തിരുന്നു. ചില ചരിത്ര ഗ്രന്ഥങ്ങളിൽ കാണാം അയാൾക്ക് വേണ്ടിയുള്ള കിരീടവും ചെങ്കോലും വരെ പണിത് വെച്ചിരുന്ന സമയത്താണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ മദീനയിലേക്ക് എത്തുന്നത്. ദിവസങ്ങൾക്കുള്ളിൽ കാര്യങ്ങൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് അനുകൂലമായി മാറുകയും നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ അവിടുത്തെ എല്ലാമായി മാറുകയും ചെയ്തതോടൊപ്പം അബ്ദുല്ലാഹിബിൻ ഉബയ്യബിൻ സുലൂൽ ഒന്നുമല്ലാതെ ഹീറോയിൽ നിന്ന് സീറോ ആയി മാറി. സ്വാഭാവികമായും അയാളുടെ മനസ്സിൽ എന്തുണ്ടാകും? അയാളുടെ മനസ്സിൽ ഈർഷ്യയും പകയും ഉണ്ടാകും. അറബികളുടെ പൊതു സ്വഭാവം അനുസരിച്ച് അത് പ്രകടിപ്പിച്ചിട്ട് ഒന്നുകിൽ ചാവുക അല്ലെങ്കിൽ കൊല്ലുക എന്ന പോളിസിക്കാരാണ് അറബികൾ. പക്ഷേ അബ്ദുല്ലാഹിബിൻ ഉബയ്യബിൻ സുലൂലിൻ്റെ സ്വഭാവം അതായിരുന്നില്ല. പക ഉള്ളിൽ വെച്ച് പുറമേക്ക് ചിരിക്കുക. നമ്മളെന്താ പറയുക, അണപ്പല്ല് കടിച്ചു പിടിച്ച് അങ്ങനെയല്ല പറയുന്നത്, നമ്മൾ മുന്നോട്ട് ചിരിക്കുക. ഈ സ്വഭാവം അബ്ദുല്ലാഹിബിൻ ഉബയ്യ് സുലൂലിൻ്റെയും അയാളുടെ അനുയായികളുടെയുമായിരുന്നു. അവർക്ക് പെട്ടെന്ന് ബോധ്യപ്പെട്ട് ഈ സംഘശക്തിയെ, മദീനയുടെ ഈ ഐക്യശക്തിയെ തകർക്കാൻ കഴിയില്ല. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമക്കെതിരെ ഒരു ചെറുവിരൽ അനക്കാൻ പോലും കഴിയില്ല. ഇവിടെ ഇവരെ എതിർത്ത് നിന്നാൽ പിടിച്ചു നിൽക്കാനും കഴിയില്ല. അപ്പം എന്ത് ചെയ്യണം? പുറമേക്ക് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ അണിയിൽ ഒരാളാവുക, മുസ്ലിം ആവുക. എന്നാൽ ഉള്ളിൽ കടുത്ത ശിർക്കും കുഫറും നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയോടും മുസ്ലിങ്ങളോടുമുള്ള വൈരാഗ്യവും വെച്ച് പുലർത്തുക. ഇതാണ് ഇതിൻ്റെ അപകടകരമായ മറ്റൊരു പോർമുഖം മുസ്ലിങ്ങൾക്കെതിരിലുണ്ടായത്. ഇതാണ്. മക്കയിലാണെങ്കിൽ അത് നേർക്ക് നേരെ തീർക്കുന്ന ആളുകളായിരുന്നു. അവർക്കുള്ളിലൊന്നുമില്ല. ഒന്നുകിൽ കൊല്ലുക അല്ലെങ്കിൽ ചാവുക എന്നതാണ് അവരുടെ പോളിസി. മദീനയിൽ ഇങ്ങനെ ഒരു വർഗമുണ്ടായി. ഇതാണ് ഖുർആൻ സൂറത്ത് അൽ ബഖറയുടെ ഒരുപാട് സ്ഥലങ്ങളിൽ അൽ ബഖറ മുതൽ ഇങ്ങേ അറ്റം വരെ പറയുന്ന ഈ മുനാഫിക്കുകൾ എന്ന ഒരു വർഗമുണ്ടായി. നമ്മൾ അവിടുന്ന് കൂടി മുന്നോട്ട് പോകാം. മദീനയിൽ ഏതായാലും മുനാഫിക്കുകളെ കവച്ച് വെച്ച് അവരെ നിസ്സാരരാക്കി മുസ്ലിങ്ങളൊരു ശക്തിയായി മാറി. ഇത് മക്കക്കാർ സൂക്ഷ്മമായി നിരീക്ഷിക്കുന്നുണ്ട്. മക്കയിൽ നിന്ന് മുസ്ലിങ്ങൾ ഒഴിഞ്ഞു പോയപ്പോൾ അവർ വിചാരിച്ചത് നമ്മൾ കഴിച്ചിലായി, നാട് സുരക്ഷിതമായി എന്നാണ്. പക്ഷേ ഈ പോയ ആളുകൾ മദീനയിലൊരു വൻ സമൂഹമായി മാറുന്നത് ഇവർ ഉൾക്കിടിലത്തോടെയാണ് കണ്ടത്. സ്വാഭാവികമായും മക്കക്കാർ വിചാരിച്ച് മുഹമ്മദ് ഒരു സൈനിക ശക്തിയായി മാറിയാൽ സല്ലല്ലാഹു അലൈഹി വസല്ലം പ്രതികാരദാഹിയായി തിരിച്ചു വരും. അവരുടെ സ്വഭാവം അതാണ്. മുസ്ലിങ്ങളുടെ സ്വഭാവം അതല്ലാന്ന് അവർക്കിപ്പോൾ മനസ്സിലായില്ല.
പ്രതികാരദാഹിയായി തിരിച്ചു വരും, നമ്മളെ ഒന്നുമല്ലാതാക്കും. അതുകൊണ്ട് ഈ ടീമിനെ, ഈ സമൂഹത്തെ മദീനയിൽ വളരാൻ വിട്ടുകൂടാ, ഇവരെ അടിച്ച് തകർക്കണം എന്ന് വെച്ച് തീരുമാനത്തിൻ്റെ അടിസ്ഥാനത്തിലാണ് വളരെ ചുരുക്കി പറഞ്ഞാൽ ബദർ ഉണ്ടാവുന്നത്. അതേതായാലും അവർക്ക് തിരിച്ചടിയായി മാറി. പക്ഷേ തൊട്ടടുത്ത വർഷത്തിൽ അവർ രണ്ടാമതൊരു പോരാട്ടം കൂടെ നടത്തി, ഉഹദ്. അവിടെ മുസ്ലിമീങ്ങൾക്ക് ഉണ്ടായ ചെറിയൊരു അശ്രദ്ധ കാരണം മുസ്ലിമീങ്ങൾക്ക് തിരിച്ചടി നേരിടുകയും 70ഓളം മുസ്ലിമീങ്ങൾ ഷഹാദത്ത് വരിക്കുകയും ചെയ്തു. അതാണ് ഇപ്പോൾ വളച്ചു കെട്ടിയ സ്ഥലത്ത് ഉഹദിൽ പോയ ആളുകൾക്ക് കാണാം. ആ വളച്ചു കെട്ടിയ മതിലിനുള്ളിൽ ആ 70 ആളുകളുടെയും മൃതശരീരങ്ങളുണ്ട്. അതിൽ ആ വലിയ 2 ചതുരങ്ങൾ, മുറബകളുണ്ടല്ലോ, അതിൽ ഏറ്റവും വലുത് ഹംസ റളിയല്ലാഹു അൻഹുവിൻ്റെയും അതിന് തൊട്ടപ്പുറത്ത് കിടക്കുന്നത് മുസ്അബ് ഇബ്നു ഉമൈർ റളിയല്ലാഹു അൻഹുവിൻ്റെയുമാണ് എന്ന് പോയ ആളുകൾക്ക് മനസ്സിലായിട്ടില്ലെങ്കിൽ ഇനി ഇപ്പോൾ ഒന്ന് മനസ്സിലോർത്തു വെച്ചാൽ കിട്ടും. മദീനയിൽ നിന്ന് നമ്മൾ ആ ഏറുകൊണ്ട റുമാത്ത്, ചെറിയ കുന്നുണ്ടല്ലോ റുമാത്ത്, സ്വഹാബികൾ കയറി നിന്നിരുന്ന, അമ്പെയ്ത്തുകാർ കയറി നിന്ന സ്ഥലം എന്നൊക്കെ പറഞ്ഞല്ലോ, അവിടുന്ന് ഇങ്ങോട്ട് ഇറങ്ങി വരുമ്പോൾ ആ മതിൽക്കെട്ടിനുള്ളിൽ ആദ്യം കാണുന്ന വലിയ ചതുരം അത് ഹംസ റളിയല്ലാഹു അൻഹുവിൻ്റെ ഖബറിടമാണ്. അതിൻ്റെ തൊട്ടപ്പുറത്ത് കാണുന്ന അല്പം ചെറിയ ചതുരം അത് മുസ്അബ് ഇബ്നു ഉമൈർ റളിയല്ലാഹു അൻഹുവിൻ്റെയുമാണ്. എന്തായാലും അള്ളാഹു അവർക്കെല്ലാം സ്വർഗം നൽകുമാറാവട്ടെ. അവരോടൊപ്പം നമ്മളെയും അള്ളാഹു സ്വർഗവാസികളാക്കി അനുഗ്രഹിക്കുമാറാവട്ടെ. അങ്ങനെ ഉഹദ് കഴിഞ്ഞു, ആ തിരിച്ചടി കഴിഞ്ഞ് തൊട്ടടുത്ത വർഷം ഖന്തക്ക് യുദ്ധമുണ്ടാകുന്നു. അതിൽ 10,000 ആളുകളാണ് മുസ്ലിമീങ്ങൾക്കെതിരെ വന്നത്. അവിടെ മുസ്ലിമീങ്ങൾക്ക് പിടിച്ചു നിൽക്കാനുള്ള രക്ഷയായത് വഖാലു ഹസ്ബുനല്ലാഹു വനിഅമൽ വക്കീൽ എന്ന് മുസ്ലിമീങ്ങൾ പറഞ്ഞു എന്ന് സൂറത്ത് ആല ഇമ്രാനിൽ ഖുർആനിലുണ്ട്. അല്ലദീന ഖാല ലഹുമുന്നാസു ഇന്നന്നാസ ഖദ് ജമഉ ലക്കും ഫഖ്ശൗഹും വസാദഹും ഈമാനം വഖാലു ഹസ്ബുനല്ലാഹു വനിഅമൽ വക്കീൽ. ഒരു വൈൻ സൈന്യം നിങ്ങളെ ചവിട്ടിയിറക്കാൻ പാകത്തിന് വന്നുകൊണ്ടിരിക്കുന്നു, നിങ്ങൾ ഭയപ്പെട്ടു കൊള്ളുക എന്ന ആളുകൾ മദീനക്കാരോട് മുസ്ലിമീങ്ങളോട് പറഞ്ഞപ്പോൾ വഖാലു, അവർ ഫസാദഹും ഈമാന, അവർക്ക് അപ്പോഴാണ് ഈമാൻ കൂടിയത്. അപ്പോൾ പ്രതിസന്ധി ഉണ്ടാകുമ്പോൾ ഈമാൻ എന്താവുക? മുസ്ലിമീങ്ങൾ ചെയ്യുക, കൂടുകയാണ് ചെയ്യാന്നാ. നമ്മളതോ, നമ്മൾ പ്രതിസന്ധി ഉണ്ടായാൽ നേരെ മമ്പുറത്തേക്ക് ഓടുക ചെയ്തിട്ട് പടച്ചോൻ്റെ അടുത്തുനിന്ന് വേറെ ഇതിൽ പോയിട്ട് കഴിച്ചിലാകാൻ പോകുമോ എന്നാണ് പറ്റുമെന്നാണ് നമ്മൾ നോക്കുക. ഞാൻ എപ്പോഴും പറയുന്ന നിസ്കാരപ്പായിലിരുന്ന് ഇങ്ങനെ സുബഹാനല്ലാഹ് എന്ന് പറയുന്നതിൻ്റെ ഇടയ്ക്ക് ഒരു 2 വയസ്സുകാരനോ 2 വയസ്സുകാരിയോ നിസ്കാരപ്പായിൻ്റെ തലപ്പത്ത് കാല് തട്ടി വീണാൽ വിളി എന്തായിരിക്കും? ബദരീങ്ങളേതേക്കാറ്. കുട്ടി നീച്ചാൽ പിന്നെയും സുബഹാനല്ലാഹ് തന്നെക്കാറ് അല്ലേ? എമർജൻസി സർവീസിന് പടച്ചോൻ പോരാന്നുള്ളിടത്താണ് നമ്മളിപ്പോൾ ഉള്ളത്. സാധാരണ സാഹചര്യത്തിലൊക്കെ മതി. നമ്മുടെ റാപ്പിഡ് റെസ്പോൺസിന് ആര് പോരാ? അല്ല പോരാതുള്ളിടത്താണ് മുസ്ലിമീങ്ങൾ നിൽക്കണത് അല്ലേ? RRT ആയിട്ട് അല്ല പോരാ എന്നിടത്താണ് മുസ്ലിമീങ്ങൾ നിൽക്കുന്നത്. മക്കാ മുശ്രിക്കുകളുടെ വിശ്വാസം പോലും അടിയന്തര സാഹചര്യങ്ങളിൽ അള്ളാഹുവിനെ അവർ മുങ്ങിച്ചാവാൻ തുടങ്ങിയാൽ എല്ലാ ദൈവങ്ങളെയും വിട്ട് പടച്ചോനെ മാത്രമാക്കിയിരുന്നു. അപ്പം അവർ രക്ഷക്ക് അവലംബമായിട്ട്. നമ്മളോ എല്ലാ ദൈവങ്ങളെയും കൊണ്ട് കൂട്ടിപ്പിടിക്കേണ്ട സമയം. മഹാനായ ഉമർ മൗലവി റഹ്മുല്ല, തിരുക്കാട് ഉമർ മൗലവി റഹ്മുല്ലയുടെ ജീവചരിത്രത്തിൽ കാണാം. അദ്ദേഹം ഹജ്ജിന് പോകുമ്പോൾ കപ്പൽ നടുക്കടലിൽ ആടി ഒലയുന്നൊരു സമയത്ത് കൊടുങ്കാറ്റടിച്ചിട്ട് ആളുകൾ ഇങ്ങനെ മുമ്പ് ബദരീങ്ങളെ കാക്കണേന്ന് പറഞ്ഞുകൊണ്ടിരുന്നപ്പോൾ മൗലവി സാഹിബ് പറഞ്ഞല്ലോ, നിങ്ങൾ ഇപ്പം വിളിക്കരുത്, ഓം വഹാബിയാണ്, അതുകൊണ്ട് ഓം വിളിക്കാൻ പാടില്ല എന്ന് പറഞ്ഞു. അതുകൊണ്ടല്ല സഹോദരങ്ങളെ, ഇപ്പം തന്നെ ഇതിന് വെയിറ്റ് കൂടുതലാണ്. നിങ്ങളെ വിളി കേട്ടിട്ട് 313 ആൾക്കാരുടെ വന്ന് കയറിയാൽ ഇതിൻ്റെ അവസ്ഥ എന്താ നിങ്ങൾക്ക് അറിയുമോ എന്ന് ചോദിച്ചെന്നാ പറഞ്ഞു. അല്ലാതെ എന്താ പറയുക, ഇപ്പം തന്നെ ഇത് വെയിറ്റ് കൂടുതലാണ്, ഇനി 100-300 എണ്ണത്തിന് ഞങ്ങൾ വിളിക്കണത് അവരോട് വന്നാൽ എന്ന് പറയല്ലാതെ നിവൃത്തിയൊന്നുമില്ല. അപ്പോൾ ഫസാദഹും ഈമാനം വഖാലു ഹസ്ബുനല്ലാഹു വനിഅമൽ വക്കീൽ. അവർക്ക് ഈമാൻ കൂടുകയും അവർ അല്ലാഹു മതി, ഞങ്ങൾക്ക് അവനാണ് ഏറ്റവും നല്ല ഭരമേൽപ്പിക്കാൻ പറ്റിയവൻ എന്ന് പറയുകയും ചെയ്തപ്പോൾ ഫൻഖലബൂ ബിനിഅമത്തിൻ മിനല്ലാഹി വഫളലിൻ ലം യംസസ്ഹും സൂഅൻ വത്തബഉ റിദ്വാനല്ലാഹ് എന്ന് ഖുർആൻ പറഞ്ഞു.
അവർ ആ ഒരൊറ്റ പ്രഖ്യാപനത്തിൻ്റെ പേരിൽ ഒരു പോറൽ പോലും ഏൽക്കാതെ രക്ഷപ്പെട്ടു. മാത്രമല്ല വത്തമഴൂരിലുവാനല്ല റബ്ബിൻ്റെ തൃപ്തി അവരോട് കൂടെയുണ്ടാവുകയും ചെയ്തു. അപ്പോൾ റബ്ബിൻ്റെ തൃപ്തി എന്തിനായിരിക്കണത്? ഹസ്ബുനല്ല വനിഅമൽ വക്കീൽ എന്നതിലായിരിക്കണത് അല്ലേ? ശരി, ഖന്തക്കും കഴിഞ്ഞ തിരിച്ചടിയിൽ നിന്ന് ആ തിരിച്ചടിയിൽ ഇങ്ങനെ തളർന്നു നിൽക്കുന്ന സമയത്താണ് ഹിജ്റ 6-ാം വർഷത്തിൽ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് ഒരു സ്വപ്നമുണ്ടാകുന്നത്. റസൂൽ പ്രവാചകന്മാരുടെ സ്വപ്നങ്ങളൊക്കെയും എന്താണ്? വഹിയാണ്. ഇന്ന് രാവിലെ കൂടെ ബുഖാരി ഞാനതിങ്ങനെ വായിച്ചിങ്ങനെ ഓർത്തുകൊണ്ടിരിക്കുകയാണ്, പഠിച്ചോനെ അങ്ങനെ വല്ല കിനാവ് കാണാനുള്ളൊരു യോഗം നമുക്കുണ്ടായിരുന്നെങ്കിലും. അപ്പോൾ ആയിഷ റളിയല്ലാഹു തആല അൻഹ പറയുന്ന അവ്വലുമാ ബുദിയ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം റുഅ്യ സ്വാദിഖാന. റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് പ്രവാചകത്വത്തിൻ്റെ ആരംഭമുണ്ടായ പ്രാരംഭിക ലക്ഷണങ്ങൾ നബി കാണുന്ന കിനാവുകളെല്ലാം പ്രഭാതം പോലെ പിറ്റേ ദിവസം സംഭവിക്കുന്ന അങ്ങനെ വഴി പ്രവാചകത്വത്തിന് ശേഷം നബി കണ്ട കിനാവുകളിലൊന്ന് താനും തൻ്റെ അനുയായികളും മൊട്ടയടിച്ചവരായും മുടി ചെറുതാക്കിയവരായും മസ്ജിദുൽ ഹറാമിൽ തവാഫ് ചെയ്യുന്നതാണ്. എന്താണതിൻ്റെ അർത്ഥം? നബി അതിനെ രാവിലെ വ്യാഖ്യാനിച്ചു, നമുക്ക് ഉംറക്കുള്ള അനുവാദമുണ്ടായിരിക്കുന്നു, നമുക്ക് മക്കയിലേക്ക് പോകാം, ഉംറക്ക് പോകാം. അപ്പം തന്നെ പറഞ്ഞു ഉംറയുടെ വേഷം മാത്രമേ പാടുള്ളൂ. അന്നൊക്കെ ഉംറയിൽ പങ്കെടുക്കുന്ന ആളുകൾ ബലി ഇറക്കുകയും ചെയ്യണമായിരുന്നില്ലല്ലോ. അന്ന് ഉംറയിൽ ബലി കൂടി ഉണ്ടായിരുന്നു. അപ്പോൾ എല്ലാവരും ബലിമൃഗത്തെ കരുതിക്കൊള്ളുക. ബലിമൃഗമാണെന്നറിയാൻ അതിൻ്റെ കഴുത്തിൽ പ്രത്യേക അടയാളവും കെട്ടണമായിരുന്നു അക്കാലത്ത്. അങ്ങനെ അടയാളം കെട്ടിയ ബലിമൃഗങ്ങളെ കരുതിക്കൊള്ളുക, എല്ലാവരും റെഡിയായിക്കൊള്ളുക. ആയുധം ആ അറബികൾ സാധാരണഗതിയിൽ ഉറക്കത്തിൽ പോലും ഉപയോഗിക്കുന്ന ആ വാളല്ലാതെ വേറെ യാതൊന്നും കൊണ്ടുപോകാൻ പാടില്ല. അപ്പം എന്തിനാ ഓൽക്ക് അന്നൊരു വാൾ അപ്പോഴെന്ന് ചോദിച്ചാൽ അപ്പത്ത് മുസ്ലിങ്ങൾ പണ്ടെന്നെ ആയുധം കൊണ്ട് നടക്കുന്ന ആൾക്കാരാണല്ലേ എന്ന് ചോദിച്ചാൽ അത് നമ്മളെ പൊട്ടത്തരം കൊണ്ടാ. ഇപ്പോഴും സിഖ് വർഗ്ഗക്കാരാ കൃപാണ് കൊണ്ടാ നടക്കുക. അത് അവരുടെ ഭരണഘടനാദത്തമായ അവകാശമാണ്. അത് ആരെങ്കിലും കുത്താനോ കൊല്ലാനൊന്നുമില്ല. അതവരുടെ മതവിശ്വാസത്തിൻ്റെ ഭാഗമായിട്ടുള്ളതാണ്. അതുപോലെ അറബ് സംസ്കാരത്തോട് ചേർന്ന് നിന്നിരുന്നതാണ് ഉറയിലിട്ട വാൾ. അതല്ലാതെ വേറൊന്നും കൊണ്ടുപോകാൻ പാടില്ല. അങ്ങനെ 1400ഓളം ആളുകൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയോടൊപ്പം ഉംറക്ക് സജ്ജരായി മക്കയിലേക്ക് പോയി. മക്കക്കാർ ഈ വിഷയം മനസ്സിലാക്കി. അവർ പക്ഷേ തെറ്റിദ്ധരിച്ച് മുഹമ്മദ് വരുന്നത് പണ്ട് നമ്മൾ ആ വിചാരിച്ച അതേ തിരിച്ചടിക്കാണ്, പ്രതികാരദാഹിയായിട്ടാണ് വരുന്നത്. അതുകൊണ്ട് ജീവൻ പണയം വെച്ചും തടഞ്ഞേ പറ്റുള്ളൂ. മക്കയുടെ ബോർഡറിലേക്ക് മുഹമ്മദിനെയും മുസ്ലിങ്ങളെ റളിയല്ലാഹു അൻഹും അജ്മഈൻ സല്ലല്ലാഹു അലൈഹി വസല്ലം കയറ്റാൻ പാടില്ല എന്ന് അവർ തീരുമാനിച്ചു. അങ്ങനെ അന്നത്തെ ദൂരത്തിൽ മക്കയിൽ നിന്ന് 18 കിലോമീറ്റർ ഇപ്പുറത്ത്, ഇപ്പോഴത്തെ 30 കിലോമീറ്ററോളുണ്ട്, വൺ വേക്കാണല്ലോ. മക്കയിൽ നിന്ന് 18 കിലോമീറ്റർ ഇപ്പുറത്തെ ഹുദൈബിയാണ് അതിർത്തി. അവിടെയാണ് ഹുദൈബിയ എന്ന പേര് വരുന്നത്. ഹുദൈബിയയിൽ വന്ന് കൂട്ടത്തിൽ പറയാനുള്ള, ഹുദൈബിയിൽ നിന്ന് വീറാൻ കെട്ടി ഉംറ ചെയ്യുന്ന സ്വഭാവം ഇസ്ലാമിൻ്റെതല്ല കേട്ടോ. അങ്ങനെ സുന്നത്തില്ലേ? ഹുദൈബിയയിൽ നിന്ന് ഇഹ്റാം ചെയ്ത് ഉംറ ചെയ്യുന്ന ഒരു സംഭവം നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ചെയ്തിട്ടില്ല. പോകുന്ന ആളുകൾ അതൊന്ന് ശ്രദ്ധിക്കാൻ വേണ്ടിയിട്ടാണ്. എന്തായാലും ഹുദൈബിയയിൽ വെച്ച് മുസ്ലിമീങ്ങളെ അവർ തടഞ്ഞു. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അവരോട് പറഞ്ഞു, സ്വന്തക്കാരോട് പറഞ്ഞു, നിങ്ങൾ ബലിമൃഗങ്ങളെ മുമ്പിലേക്ക് നിർത്തുവീൻ. അത് കണ്ടാൽ അവർക്ക് നമ്മൾ ഉംറക്ക് വന്നതാണെന്ന് മനസ്സിലാകും, പോരാട്ടത്തിന് വന്നതല്ല എന്ന് മനസ്സിലാകും. അത് ചെയ്തിട്ടും പക്ഷേ അവരംഗീകരിച്ചില്ല. ഒരു കാരണവശാലും മക്കയിലേക്ക് കയറാൻ കഴിയില്ല, ഞങ്ങളെ കൊന്നൊടുക്കാതെ എന്ന് അവർ കട്ടായം പറഞ്ഞു. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പരമാവധി ശ്രമിച്ചു നോക്കി. ദിവസങ്ങളോളം അവർ പരസ്പരം സംസാരിച്ച് തീരുമാനമായില്ല. അതിനിടയിൽ മക്കയിലേക്ക് തൻ്റെ ഒരു പ്രതിനിധിയെ അംബാസഡറായി പറഞ്ഞേക്കാൻ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തീരുമാനിച്ചു. അതിന് തിരഞ്ഞെടുക്കപ്പെട്ടത് സാക്ഷാൽ ഉമർ റളിയല്ലാഹു അൻഹുവിനെയാണ്. അദ്ദേഹം പറഞ്ഞു, നബിയെ ഞാൻ പറ്റൂല, ഞാൻ പോയാൽ വെട്ടൊന്ന് മുറി 2 എന്നതാണ്. എനിക്ക് നയോൻ ചാതുരിയൊന്നും പറ്റൂല. പറഞ്ഞേ കേട്ടില്ലെങ്കിൽ ഒന്നുകിൽ ഞാൻ ഓനെ കൊല്ലും അല്ലെങ്കിൽ ഒന്നെ കൊല്ലും, അതാണ് ഉണ്ടാവുക. അതുകൊണ്ട് ഇതിന് പറ്റിയത് ഉസ്മാനാണ് റളിയല്ലാഹു അൻഹു.
അദ്ദേഹം പ്രകൃത്യാ ശാന്ത സ്വഭാവിയാണല്ലോ. മാത്രമല്ല അദ്ദേഹത്തിൻ്റെ ജീവിതത്തിൽ ചെലവിൽ കഴിഞ്ഞ കുറേയേറെ ആളുകൾ അവിടെ ഉണ്ട്, അദ്ദേഹത്തിൻ്റെ കുടുംബക്കാരും കുറേ ആൾക്കാരുണ്ട്, അദ്ദേഹം പോയിക്കോട്ടെ. അങ്ങനെ ഉസ്മാൻ റളിയല്ലാഹു അൻഹു, അതാണ് നിങ്ങൾ ആദ്യം ഉസ്മാൻ റളിയല്ലാഹു അൻഹു പറഞ്ഞു. ഉസ്മാൻ റളിയല്ലാഹു അൻഹു മധ്യസ്ഥനായി മക്കയിലേക്ക് പോയി. പക്ഷേ 2 ദിവസം 3 ദിവസം കഴിഞ്ഞിട്ടും ഉസ്മാൻ റളിയല്ലാഹു അൻഹു തിരിച്ചു വരുന്നില്ല. അത്രയും സമയം അദ്ദേഹം ക്ഷമയോടെ ഈ ചർച്ചകളിൽ മുഴുകിക്കൊണ്ടേയിരിക്കുകയാണ്. ഈ പറഞ്ഞ ഉമർ റളിയല്ലാഹു അൻഹു ആണെങ്കിൽ ഒറ്റ ദിവസം കൊണ്ട് ഒന്നുകിൽ ആണ്ട് അല്ലെങ്കിൽ ഇങ്ങോട്ട് എന്ന് പറഞ്ഞ് തീർത്തിട്ടുണ്ടാകും. പക്ഷേ ഇതിനിടയിൽ മക്കയിൽ നിന്ന് മുസ്ലിമീങ്ങൾക്കിടയിലേക്ക് ഒരു വാർത്ത വന്നു, ഉസ്മാൻ റളിയല്ലാഹു അൻഹു കൊല്ലപ്പെട്ടിരിക്കുന്നു, അല്ലെങ്കിൽ തിരിച്ചു വരേണ്ട സമയം കഴിഞ്ഞു. അപ്പോൾ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ, നബി ഒരു സാധാരണ നബിയാണല്ലോ, നമ്മുടെ നാട്ടിൽ ഔലിയ പാപ്പന്മാരല്ലാത്തതുകൊണ്ട് ഉസ്മാൻ റളിയല്ലാഹു അൻഹു കൊല്ലപ്പെട്ടിട്ടില്ല എന്നത് അദ്ദേഹത്തിന് മനസ്സിലായില്ല. അത് അദ്ദേഹത്തെ വല്ലാതെ വേദനിപ്പിച്ച് അദ്ദേഹം കൈനീട്ടി, ഉസ്മാൻ്റെ വധത്തിന് പ്രതികാരം ചെയ്തേ ഞാനിവിടുന്ന് തിരിച്ചു പോകുള്ളൂ, തയ്യാറുള്ളവർ കൈവെക്കുവീൻ, തയ്യാറുള്ളവർ കൈവെക്കുവീൻ. അടുത്ത പേജിൽ കാണാം, സൂറത്ത് ബഖറയിൽ ഇപ്പം നമ്മൾ ഓതി വെച്ചതിൻ്റെ നേരപ്പുറത്ത് ഞാനിപ്പോൾ ഈ പറഞ്ഞാണ്ടാവും. അതൊക്കെ കൂടെ നമുക്കാണ് പറഞ്ഞു പോകാൻ. അങ്ങനെ ആ 1400 ആളും കൈവച്ചു. അവരുടെ കയ്യിൽ ഒരു ആയുധമില്ല, ഈ കയ്യിലുള്ള ഉറവാളല്ലാതെ വസ്ത്രം കൂടിയില്ല, ഇഹ്റാമിൻ്റെ തുണിയല്ലുള്ളത്. മക്കക്കാരെ ഇതറിഞ്ഞു, അവർ പേടിച്ചു പോയി. കാരണം 300 ആളുകൾ 1000 ആളുകളെ നിരപ്പാക്കിയ ടീമാണ് ഈ വരുന്നത് ബദറിൽ. ഇവർ 1400 ആൾക്കാരുണ്ട്, ഇവർ മെല്ലാണ് നടന്നു വന്നാൽ നമ്മൾ ഇല്ലാതാകുന്ന ഒരു തീരുമാനമായിപ്പോയി. അങ്ങനെ അവരിലെ ഏറ്റവും തന്ത്രശാലിയായ സുഹൈൽ ഇബ്നു അംറിനെ മക്കക്കാർ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ അരികിലേക്ക് ചർച്ചയ്ക്ക് നിയോഗിച്ചു, അവരുടെ പ്രതിനിധിയായി. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയും സുഹൈൽ കണ്ടപ്പം മനസ്സിലായി, ഏത് ഇവർ ഉംറയ്ക്ക് വന്നവരാണ്, ഇവരൊരു പോരാട്ടത്തിന് വന്നവരല്ല. പക്ഷെ അത് പറഞ്ഞാൽ അവർ മനസ്സിലാക്കൂല, ആര് സ്വന്തം ആളുകളത് പറഞ്ഞാൽ അംഗീകരിക്കൂല. അതുകൊണ്ട് അദ്ദേഹം വളരെ തന്ത്രപരമായി ഒരു നിലപാടിലെത്തി. അദ്ദേഹം അന്ന് മുശ്രിക്കാണല്ലോ. അദ്ദേഹവും നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തമ്മിലുള്ളൊരു കരാറുണ്ടായി. ആ കരാറ് ആണ് ഹുദൈബിയ സന്ധി എന്നറിയുന്നത്. ആ കരാറിലെ ഒന്നാമത്തെ വ്യവസ്ഥ ഈ വർഷം മുസ്ലിമീങ്ങൾ ഉംറ ചെയ്യാതെ തിരിച്ചു പോകണം എന്നാണ്. 400 കിലോമീറ്റർ വന്നത് എന്തിനാ? ഇപ്പം ഈ പോരാട്ടത്തിനൊക്കെ തയ്യാറായത് എന്തിനാ? നേരെ ഓപ്പോസിറ്റാണ് ആദ്യത്തെ വ്യവസ്ഥ. ആയിക്കോട്ടെ എന്ന് പറഞ്ഞു നബി, ആയിക്കോട്ടെ, അടുത്ത കൊല്ലം നിങ്ങൾക്ക് വരാം, ഉംറയ്ക്ക് 3 ദിവസം മക്കയിൽ താമസിക്കാം, പക്ഷേ 1000 കൂടെ കരുതാനും പാടില്ല എന്നോ. ആയിക്കോട്ടെ എന്ന് പറഞ്ഞു നബി, ആയിക്കോട്ടെ എഴുതി. 3, മക്കയിൽ നിന്ന് ആരെങ്കിലും മദീനയിലേക്ക് മുസ്ലിമായി വന്നാൽ അവരോട് നിർത്താൻ പാടില്ല, തിരിച്ചയക്കണം. ആയിക്കോട്ടെ എന്ന് പറയുന്നത്. മദീനത്ത് നിന്ന് ആരെങ്കിലും മക്കത്തേക്ക് വന്നാൽ അവരെ ഞങ്ങൾ തിരിച്ചയക്കൂല്ല, ഞങ്ങൾ ചോദിക്കാനും പാടില്ല. ആയിക്കോട്ടെ. സമ്മതിക്കും? നിങ്ങൾ സമ്മതിക്കൂല. അടുത്തെന്തറിയോ? 10 കൊല്ലം നമ്മൾ തമ്മിൽ ഇനി പോരാട്ടം ഉണ്ടാകാൻ പാടില്ല. ആയിക്കോട്ടെ എന്ന് പറഞ്ഞു. സമ്മതിക്കാൻ പാടുണ്ടോ? 19 കൊല്ലം ഈ കഷ്ടപ്പാടുകൾ മുഴുവനും വരുത്തി വെച്ച ആൾക്കാരെ പറയണത് 10 കൊല്ലം ഇനി ഉണ്ടാതിരിക്കണം, എന്നിട്ട് നമുക്ക് അതിൻ്റെ അപ്പുറം നോക്കാൻ. ആയിക്കോട്ടെ എന്ന് പറഞ്ഞു നബി. ആർക്കും ആരോടും കൂട്ടുകൂടാം. ആയിക്കോട്ടെ എന്ന് പറഞ്ഞു. അങ്ങനെയുള്ള സന്ധികൾ 10 വ്യവസ്ഥകളുണ്ടായി. ഈ 10 വ്യവസ്ഥകളിലും എഴുതി ഒപ്പിട്ടു. എഴുതാൻ അലി റളിയല്ലാഹു അൻഹുവിനെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഏൽപ്പിച്ച്, അലി റളിയല്ലാഹു അൻഹു പേപ്പറും പേനയും എടുത്തിട്ട്, പേപ്പർ തന്നെ നിങ്ങൾക്ക് മനസ്സിലായ പോലെ ഓലയാണെന്ന് അല്ലേ, പേപ്പറും പേനയും എടുത്തിട്ട് അലി റളിയല്ലാഹു അൻഹു ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം, സുഹൈൽ ഇടപെട്ട്, ഉക്ത ബിസ്മിക അല്ലാഹുമ്മ, ഈ റഹ്മാനും റഹീമൊന്നും ഞങ്ങൾക്കറിയില്ല. മക്കക്കാർക്ക് അള്ളാനെ വിശ്വാസം ഉണ്ടായിരുന്നോ ഇല്ലേന്നൊന്ന് പറഞ്ഞാൽ നിങ്ങൾ. ഒക്തു ബിസ്മിക അല്ലാഹുമ്മ എന്ന് എഴുതിക്കോ, അതിൻ്റെ കൂടെ റഹ്മാനും റഹീമും എഴുതാൻ പാടില്ല. നിങ്ങൾക്ക് കഴിയോ വെട്ടാൻ? റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം അലിയോട് പറഞ്ഞു വെട്ടിയേക്ക്.
വെട്ടി ബിസ്മിക്ക് അല്ലാഹുമാന്ന് എഴുതിയേക്ക് മുഅ്മിനീങ്ങളെ, വിട്ടുവീഴ്ച നമ്മളുടെ എന്താണ്? വാശിയിലും വൈരാഗ്യത്തിലും തീവ്രവാദത്തിലും ഭീകരതയിലുമല്ല ഇസ്ലാമിൻ്റെ വിജയം. ക്ഷമയിലും സഹനത്തിലും വിശാല മനസ്കതയിലും വിട്ടുവീഴ്ചയിലുമാണ്. അലി കണ്ണീരൊലിപ്പിച്ച് ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം എന്നത് വെട്ടി ബിസ്മിക്ക് അല്ലാഹുമാന്ന് എഴുതി. പിന്നെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു കൊടുത്തു, അലി, അള്ളാഹുവിൻ്റെ ദൂതൻ മുഹമ്മദും സുഹൈൽ ഇബ്നു അംറും തമ്മിലുള്ള കരാർ എന്ന് എഴുതി. ഇടപെട്ട് സുഹൈൽ, താങ്കൾ അള്ളാഹുവിൻ്റെ ദൂതനാണെന്ന് ഞാൻ അംഗീകരിച്ചാൽ പിന്നെ ഈ കരാർ എന്തിനാ? അതുകൊണ്ട് ബൈന മുഹമ്മദിൻ റസൂലുള്ളാഹി എന്ന് എഴുതാൻ പാടില്ല, ബൈന മുഹമ്മദ് ഇബ്നു അബ്ദില്ലാഹി വ സുഹൈൽ ഇബ്നു അംർ എഴുതിക്കോ. അലി പറഞ്ഞു, ഞാൻ വെട്ടൂല, എൻ്റെ കൈ കൊണ്ടത് വെട്ടൂല. റസൂൽ സ്വന്തം കൈ കൊണ്ടത് വെട്ടി. ഈ 10 കരാറുകൾ എഴുതി. ഈ 10 കരാറിനെയാണ് ഇപ്പൊ ഈ പറഞ്ഞത്. ഏത്? ഫത്ഹം മുബീനാൻ. നിങ്ങൾക്ക് ഉൾക്കൊള്ളാൻ കഴിയുമോ? നിങ്ങളൊന്ന് പറഞ്ഞാണ്, നിങ്ങൾക്ക് ഉൾക്കൊള്ളാൻ കഴിയുമോ? ഉമർ റളിയല്ലാഹു അൻഹു വിറച്ചുപോയി ദേഷ്യം കൊണ്ട്. പക്ഷെ റസൂലാണ്, എന്തേലും പറയാൻ പറ്റുമോ? സമാധാനത്തോടു കൂടി പിരിഞ്ഞു പോകുന്ന സമയത്ത് ഉമർ റളിയല്ലാഹു അൻഹു അബൂബക്കർ റളിയല്ലാഹുവിൻ്റെ കുപ്പായത്തുമായിട്ട് പിടിച്ച് ഉംറത്തുണിമേ, അബൂബക്കർ, നമ്മൾ മുസ്ലിങ്ങളല്ലേന്ന്. അതേലോ. ഖുർആൻ അള്ളാൻ്റെ എന്നുള്ളത് ഉറപ്പല്ലേ? അതേലോ. ഇദ്ദേഹം അള്ളാൻ്റെ പ്രവാചകനാന്ന് ഉറപ്പല്ലേ? ആണല്ലോ. നമ്മൾ ഇദ്ദേഹത്തിന് പോയി ഇസ്ലാം സത്യമാണെന്നത് ഉറപ്പല്ലേ? ആണല്ലോ. നമ്മൾ ഇദ്ദേഹത്തിന് വേണ്ടി മരിക്കുന്ന ഇദ്ദേഹത്തിന് ഉറപ്പല്ലേ? അതേ ഉമർ. പിന്നെന്തിനായിരുന്നു ഈ വിട്ടുവീഴ്ച? നിങ്ങളെ മനസ്സിലുള്ളതാ പത്, അതല്ലേ ഇപ്പം നിങ്ങൾ ചിന്തിക്കണത്. പിന്നെ എന്തിനാ നമ്മളിങ്ങനെ തല മറ്റുള്ളവൻ്റെ മുമ്പിൽ കൊണ്ടുവച്ചു കൊടുക്കണം? ബോർദിയുള്ള മറുപടി എന്താ അറിയോ? യാ ഉമർ, അശ്ഹദു അൻ ലാ ഇലാഹ ഇല്ലല്ലാഹ് വ അന്നഹു റസൂലുള്ളാഹ്. ഉമർ, അല്ല ഏകനാണെന്നും ആ മനുഷ്യൻ അള്ളാൻ്റെ റസൂലാണെന്ന് ഞാൻ ഉറച്ചിട്ടുണ്ട്. ആ മനുഷ്യൻ ആ പറയുന്നതിന് പിന്നെ മറുചോദ്യം ഉണ്ടാവരുത്. സുബ്ഹാനല്ലാഹ്. അദ്ദേഹം പറയുന്നതിന് മറുവാദമുണ്ടാവരുത്, മറുവാക്കുണ്ടാവരുത്. അതിൽ അള്ളാഹു തീരുമാനിച്ച കാര്യമാണ് ആ നാവിലൂടെ പുറത്തു വന്നത്. അതിൻ്റെ പേരാണെന്ത്? ഈമാൻ. അതിൻ്റെ പേരാണ് ഇത്തിബാഉർ റസൂൽ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. ഇതെവിടെ ഉണ്ട് നമുക്ക്? എന്നിട്ട് റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമോട് ചോദിക്കാണേ, എന്താ പൊക്കൊല്ലം നമ്മൾ ഉംറ ചെയ്യാത്തത്? അപ്പോൾ അബൂബക്കർ റളിയല്ലാഹു അൻഹു മറുപടി, അതിന് ഉമറെ, അബൂബക്കർ അല്ല റസൂൽ എങ്ങാനും ഇക്കൊല്ലം ഉംറ ചെയ്യുമെന്ന് നമ്മളോട് പറഞ്ഞിരുന്നോ? റസൂൽ ഉംറ ചെയ്യുന്നതായി കിനാവ് കണ്ടിട്ടുണ്ടെന്നല്ലേ പറഞ്ഞോളൂ. നിങ്ങൾ ആലോചിക്കാത്ത പോയിന്റ് അത്. ഞാനത് പഠിച്ച് 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 പിന്നെയാണ് അവിടേക്ക് എത്തുന്നത്. അതെ, എന്നാൽ അത് നടക്കും. പിന്നെ ഇപ്പം അത് അടുത്ത കൊല്ലാക്കിയതല്ലേ. അവിടെ നമുക്ക് 3 കൊല്ലം 3 ദിവസം മദീന മക്കത്ത് താമസിച്ചുകൂടോ. അതിൻ്റെ പ്ലസ് അല്ലേ. അപ്പോൾ മദീനത്ത് നിന്ന് മക്കത്തേക്ക് ആരെങ്കിലും വന്നാൽ തിരിച്ചയക്കണം എന്ന് പറഞ്ഞാൽ തിരിച്ചയക്കൂല എന്ന് പറഞ്ഞോ? ചങ്ങായി, 4 മുസ്ലിമീങ്ങൾ ഇവിടെ വന്ന് പാർത്ത ഓലെ കണ്ടിട്ട് ഇവിടുത്തെ ആൾക്കാർ പിന്നെയും മുസ്ലിങ്ങളാവല്ലേ ചെയ്യാൻ. അപ്പോൾ മക്കയിൽ നിന്ന് മദീനയിലേക്ക് വന്നാൽ അവരെ തിരിച്ചു വിടൂല എന്ന് പറഞ്ഞു. അതെന്ത് നമ്മൾ അംഗീകരിക്കണമെന്ന് ചോദിച്ചപ്പോൾ, അല്ല മക്കയിൽ നിന്ന് മദീനയിലേക്ക് ആരെങ്കിലും വന്നാൽ അവരെ തിരിച്ചു കൊടുക്കണം, അതെങ്ങനെ സമ്മതിക്കാന്ന് ചോദിച്ചപ്പം, അത് ഈ മുസ്ലിമായിട്ടൊരാൾ മക്കയിൽ കൂടുതൽ നിന്നാൽ അയാളെ കണ്ടിട്ട് കൂടുതൽ ആളുകൾ മുസ്ലിങ്ങളാവുമല്ലേ ചെയ്യുക. അത് നമുക്കൊരു പ്ലസ് അല്ലേ. എല്ലാവരും കൂടി ഇവിടുന്ന് ഒഴിഞ്ഞ് പോകണ്ടെന്നാണല്ലോ. നമ്മളിവിടുന്ന് ആട്ടിവിട്ട ആൾക്കാരാണ്. ഇപ്പം നമ്മളാൾക്കാർ ഇവിടെ വന്നാൽ പറഞ്ഞു വിടൂല എന്ന് പറയണത് തിരിച്ച്. അത് നമുക്കൊരു പ്ലസ് അല്ലേ, നല്ല കാര്യമല്ലേ. അപ്പോൾ അവിടുന്ന് ഇങ്ങോട്ട് പോകുന്ന ആൾക്കാരെ പിന്നെ ഇവിടുന്ന് തിരിച്ച് വിടൂല എന്ന് പറയണതോ? ആരാ മദീനയിൽ നിന്ന് പോരുക? 2 ചോദ്യമാണ്. മദീനത്തുനിന്ന് മുസ്ലിം സമൂഹത്തെയും ഇന്നേയും വിട്ടിട്ട് ആരാ മക്കത്ത് പോവുക? ഇസ്ലാം ഒഴിവാക്കിയോനല്ലേ. ഓനെന്തിനാടാ മദീനത്ത്? സുബ്ഹാനല്ലാഹ്, ഓനെന്തിനാ മദീനത്ത്? ഇനി അങ്ങനെ ആരെങ്കിലും ഇവിടെ നല്ല നിലക്ക് വന്നു നിന്നാൽ ഓനെ കൊണ്ട് ഇവിടെ ഗുണമുണ്ടാകും. ഇസ്ലാമിനെ സ്വീകരിക്കാത്ത മക്കാരായ ആൾക്കാർ മദീനത്ത് കെട്ടി നിർത്തേണ്ട, പൊയ്ക്കോട്ടെ. 10 കൊല്ലം ഇപ്പം ഉണ്ടാൻ പാടില്ല എന്ന് പറഞ്ഞല്ലോ, അതും സമാധാനമല്ലേ.
ഇവരേറ്റ് മാത്രം 10-19 കൊല്ലമായി നമ്മൾ മെനക്കെടുന്നത്, പുറത്തേക്ക് എവിടേക്കും തിരിയാൻ കഴിഞ്ഞിട്ടില്ല. ഇനി നമുക്ക് ലോകത്ത് മറ്റുള്ള നാട്ടുകാരുമായി നമുക്ക് കൂടുതൽ ഇസ്ലാമിനെ പറ്റി പറഞ്ഞു കൊടുക്കാനുള്ള സമാധാനത്തിൻ്റെ കാലല്ലേ കിട്ടണം. ഈ കാലത്താണ് റോമൻ, ബൈസാൻഡിയൻ, പേർഷ്യൻ ചക്രവർത്തിമാർ ഉൾപ്പെടെ ആഫ്രിക്കയിൽ ഉൾപ്പെടെയുള്ള രാജ്യങ്ങളിലേക്കും നാടുകളിലേക്കും നാടുവാഴികൾ ഉൾപ്പെടെയുള്ള ഭരണാധികാരികൾക്കും ഒക്കെയും നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ദൂതന്മാർ പ്രബോധനങ്ങൾ എത്തിച്ചു കൊടുത്തത്. അവിടെയൊക്കെയും ഇസ്ലാം എത്തിയത് ഈ ഹുദൈബിയ സന്ധിയുടെ സമാധാന കാലത്താണ്. അങ്ങനെയൊക്കെ കൂടെ വായിച്ചു നോക്കുമ്പോൾ ഹുദൈബിയ സന്ധി എന്താണ് അല്ലേ? ഒറ്റ നോട്ടത്തിൽ കണ്ടാൽ മുസ്ലിമീങ്ങൾ അവരുടെ തല മറ്റുള്ളവരുടെ മക്കാ മുശ്രിക്കുകളുടെ കൈഷത്തിൽ വെച്ച് കൊടുത്തു എന്നാണ് തോന്നുക. പക്ഷേ അത് തിരിച്ചു വായിച്ചാൽ കിട്ടുന്നതോ ഇത്രമാത്രം വലിയ നയതന്ത്രപരമായ ഒരു വിജയം ഇസ്ലാമിന് കിട്ടിയിട്ടില്ല. ഹുദൈബിയ സന്ധിയുടെ ആ വ്യവസ്ഥകളാണ് ഇസ്ലാം ലോകത്താകമാനം പ്രചരിപ്പിക്കുവാനുള്ള സമാധാന സാഹചര്യമുണ്ടായത്. മുസ്ലിമീങ്ങൾ കരാർ പാലിക്കുന്നവരാണ് എന്നതിൻ്റെ ഉറച്ച തെളിവുകളിലൊന്ന് ഹുദൈബിയ സന്ധിയാണ്. അതുകൂടെ പറഞ്ഞാൽ നമ്മൾ അന്നത്തെ ക്ലാസ് കഴിയും. ഈ സന്ധി ഇങ്ങനെ എഴുതി തയ്യാറാക്കിക്കൊണ്ടിരിക്കുന്ന സമയത്ത് പുറത്തുനിന്ന് ഒച്ചയും വിളി ഇങ്ങനെ കേൾക്കുക. അപ്പോൾ ആളുകൾ ഇങ്ങനെ മുസ്ലിമീങ്ങൾ ഇങ്ങനെ നോക്കുമ്പോൾ ഒരു ചെറുപ്പക്കാരൻ ശരീരമാസകലം ചെങ്ങലയുമായി അടിയും മർദ്ദനമേറ്റ പാടുകളുമായിട്ട് ഇങ്ങനെ മുസ്ലിം അണികളിലേക്കിടയിലേക്ക് ഇങ്ങനെ പാഞ്ഞു വരികയാണ്. അപ്പോൾ ആളെല്ലാവർക്കും അറിയാം, അബൂജുന്ദൽ റളിയല്ലാഹു അൻഹു. അബൂജുന്ദൽ ആരെന്നറിയോ? ഈ പറഞ്ഞ സുഹൈലിൻ്റെ മോനാണ്. സുഹൈലിൻ്റെ ഈ കരാറിൽ ഒപ്പിടാൻ വന്ന ഖുറൈശി പ്രതിനിധിയുടെ മധ്യസ്ഥൻ്റെ മോനാണ് ഈ വരുന്നത്. അയാൾ ബാപ്പ മകനെ തടവിലിട്ടിട്ടാണ് ഇവിടേക്ക് വന്നത്. മകൻ എങ്ങനെയോ ഇത് പൊട്ടിച്ചെറിഞ്ഞിട്ടാണ് ഈ വരുന്നത്. മകൻ മുസ്ലിമാ. അപ്പോൾ ഇയാൾ വന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ചെറുപ്പക്കാരനാണ്. നബിയുടെ കൈ പിടിച്ചിട്ട് നിലയും പുളിയും കൂട്ടി അടികൊണ്ട പാടും ശരീരം അവിടെ പൊള്ളി വിറച്ചതൊക്കെ കാണിച്ചു കൊടുത്ത്, വീങ്ങി തുടിച്ചത് കാണിച്ചു കൊടുത്തിട്ട്, ഞാൻ എന്നെ രക്ഷിക്കണം, എനിക്കിനി വേറെ നിവൃത്തിയില്ല, വാപ്പൻ്റെ ഭീകര മർദ്ദനത്തിൽ നിന്നാണ് ഞാൻ രക്ഷപ്പെട്ടു വരുന്നതെന്ന് പറഞ്ഞപ്പോൾ സുഹൈൽ പറഞ്ഞു, മുഹമ്മദ് താങ്കൾ വാക്ക് പാലിക്കണം. എന്താണ് വാക്ക്? മക്കയിൽ നിന്ന് ആരെങ്കിലും മദീനയിലേക്ക് മുസ്ലിങ്ങളുടെ അരികിലേക്ക് വന്നാൽ തിരിച്ചയക്കണം. മുസ്ലിമീങ്ങൾ ഒന്നടങ്കം പറഞ്ഞ് നബിയെ കരാർ എഴുതിയിട്ടേ ഉള്ളൂ, ഒപ്പിട്ടിട്ടില്ല. നമ്മളപ്പത്തെ നിലപാടെന്താ? കരാർ നടപ്പിൽ വരില്ലെപ്പോഴാ? ഒപ്പിട്ടാലാ. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ കണ്ണിങ്ങനെ നിറഞ്ഞൊഴുകി. അബൂജുന്ദലിൻ്റെ ശരീരം ഇങ്ങനെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അങ്ങ് തടവിയിട്ട് പറഞ്ഞു, മകനെ, നമുക്ക് നമ്മുടെ വാക്കാണ് പ്രധാനം. മുസ്ലിമീങ്ങൾ മനസ്സിലാക്കേണ്ട സംഗതി അത്. ഒരൊപ്പല്ല, അതിന് ഞാൻ ഒരു വിലയും കാണുന്നില്ല. നമുക്ക് നമ്മുടെ വാക്കാണ് പ്രധാനം. തിരിച്ചയക്കാമെന്ന് നാം വാക്ക് കൊടുത്തുപോയി, മാറ്റാൻ കഴിയില്ല. നീ തിരിച്ചു പോകണം. നിനക്കല്ലാഹു മറ്റൊരു മാർഗം ഇതിനേക്കാൾ നല്ലത് തുറന്നു തരും. മുസ്ലിങ്ങളുടെ അന്തം വിട്ടുപോയി. ഈ 1400 ആൾക്കാരും പ്രതീക്ഷിക്കാത്തതാണ് അവിടെ സംഭവിച്ചത്. അതാണ് നമ്മളുടെ ക്വാളിറ്റി. നമ്മളെ ക്വാളിറ്റി പറഞ്ഞെടുത്ത് നിൽക്കണമെന്ന. അതുകൊണ്ടാണ് ലിമ തഖൂലൂന മാല തഫ്അലൂൻ എന്നതൊക്കെ ഖുർആനിൽ വന്നത്. തഅ്മുറൂന അന്നാസ ബിൽ ബിർരി വതൻസൗന അൻഫുസകും. നാട്ടുകാരോടൊക്കെ പുണ്യം പറയുകയും അത് നിങ്ങൾ സ്വന്തം കാര്യത്തിൽ പാലിക്കാതിരിക്കുകയും ചെയ്യുകയാണോ എന്നൊക്കെ ചോദിക്കുന്നത് അവിടെയാണ് വരിക. പറഞ്ഞയച്ചു അദ്ദേഹത്തെ. എന്നിട്ട് അദ്ദേഹത്തിന് എന്ത് സംഭവിച്ചു അറിയോ? അദ്ദേഹം ബാപ്പൻ്റെ തടവറയിലേക്ക് തന്നെ പോയി. സുഹൈൽ അദ്ദേഹത്തെ വെറുതെ വിട്ടു. കാരണം എന്താ? മുസ്ലിങ്ങൾ സ്വീകരിക്കൂലല്ലോ. ഇനിയിപ്പോൾ മദീനത്തേക്ക് പോയാൽ അവിടെ സ്വീകരിക്കൂല. അതുകൊണ്ട് തടവിന് ഒഴിവാക്കി വിട്ട് മകൻ നിരാശനായി ഇസ്ലാമും അനുസരിച്ച് ഇങ്ങനെ കഴിഞ്ഞുകൂടി. അതിനിടയിൽ അബൂ ബസീർ എന്ന് പറഞ്ഞിട്ടൊരു ശക്തനായ യോദ്ധാവ് മക്കയിൽ നിന്ന് മുസ്ലിമായി മദീനയിലേക്ക് പോയി. അബൂ ബസീറിനെ തിരിച്ചു കൊണ്ടുവരാൻ മക്കയിൽ നിന്ന് 3 പ്രമാണിമാരായ ആളുകളെ മക്കക്കാർ പറഞ്ഞയച്ചു മദീനയിലേക്ക്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അബൂ ബസീറിനെ വിളിച്ചിട്ട് പറഞ്ഞ്, നീ പോകണം, തിരിച്ചു പോകണം.
ഇവിടെ നിൽക്കാൻ പറ്റൂല, ഞാൻ പറഞ്ഞ വാക്ക് മാറൂല. അബൂ വസീർ മനസ്സില്ലാ മനസ്സോടെ പോന്ന്. മക്കയിൽ നിന്ന് മദീനയിലേക്ക് അന്ന് 15 പകലും 15 രാവും യാത്ര ചെയ്യണല്ലോ. ഇവരൊക്കെ 3 ആളും മക്കക്കാരാണ് താനും. 2-3 ദിവസത്തിനുള്ളിൽ ഇവർ കമ്പനിയായി. അബൂ ബസീറും മക്കക്കാരും തമ്മിൽ പഴയ സൗഹൃദത്തിലെത്തി. പക്ഷെ അബൂ ബസീറിൻ്റെ മനസ്സിൽ മറ്റൊരു ചിന്ത ഉണ്ടായിരുന്നു. കമ്പനി കൂടി വന്ന് കൂട്ടത്തിലൊരുത്തൻ്റെ വാള് മൂർച്ച നോക്കാൻ അബൂ ബസീർ വാങ്ങി. വാള് കയ്യിൽ കിട്ടുകയും കൂടെ ഉണ്ടായിരുന്ന 3-നെയും തട്ടുകയും ചെയ്തു. എന്നിട്ട് ആ വാളോട് മദീനയിൽ പോയിട്ട് പറഞ്ഞു, നബിയെ നിങ്ങളെ കരാറ് പാലിച്ചിരിക്കണം, ഞാനിവിടെ നിൽക്കണില്ല, ഇന്നെ കൊണ്ടുപോകാൻ വന്ന ആളെ നിങ്ങൾ കൊടുത്തയച്ചല്ലോ, അതുകൊണ്ട് ഞാൻ പോവുകയാണ്, ഇനി നിങ്ങൾ എന്നെ അന്വേഷിക്കരുത്, ഞാൻ മദീനത്ത് നിൽക്കണില്ല, മക്കത്തൊക്കെ പോകണമില്ല, ഞാൻ ഒഴിഞ്ഞു. അങ്ങനെ അബൂ ബസീർ ചെങ്കടലിന് തലയിൽ ഈസ് എന്ന സ്ഥലത്ത് പോയി സ്വന്തമായി താമസിച്ചു. അബൂ ബസീർ ഈസിലുണ്ട് എന്നറിഞ്ഞ മക്കയിൽ ബുദ്ധിമുട്ടി കഴിഞ്ഞിരുന്ന കുറേയേറെ ആളുകൾ, 10-40 ആളുകൾ ഈസിൽ പോയി അബൂ ബസീറിൻ്റെ കൂടെ കൂടി. അവരവിടെ ആ വഴി പോകുന്ന ഖുറൈശി കച്ചവടക്കാരെ പിടിച്ചു വെക്കാൻ തുടങ്ങി, ആക്രമിക്കാൻ തുടങ്ങി. ഖുറൈശി കച്ചവടക്കാരുടെ അക്കാലത്തെ ആ സമയത്തെ യാത്ര ആ വഴിക്കാണ്, അതിൽ പോകാൻ പറ്റാതെ ഉണ്ടായി. ഇതേ അബൂ സുഫിയാനും സുഹൈൽ ഇബ്നു അംറും മദീനയിൽ ചെന്നിട്ട് പറഞ്ഞു, മുഹമ്മദേ, മക്കയിൽ നിന്ന് മദീനയിലേക്ക് വരുന്നവർ തിരിച്ചയക്കണമെന്ന വ്യവസ്ഥ നമുക്ക് ഒഴിവാക്കാം, അവിടുന്ന് വരുന്നവർ ഇവിടെ നിന്നോട്ടെ. എന്തെങ്കിലും പറയാനുള്ളത് ഫത്ഹുൽ മുബീൻ ആണോ? അല്ലേ? ശരി, വ്യവസ്ഥ പിൻവലിച്ച്. അക്കൂട്ടത്തിൽ 5-8 പെൺകുട്ടികളും വന്ന്, സഹോദരിമാർ മദീനയിലേക്ക്. അവരെ കൊണ്ടുപോകാൻ വന്നപ്പോൾ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം, നമ്മുടെ കരാറിൽ പുരുഷന്മാർ മാത്രമാണ് ഉൾപ്പെടുന്നത്, സ്ത്രീകൾക്ക് ഇത് ബാധകല്ല. ഇതിനിടയിൽ കൊല്ലം 1.5 കഴിഞ്ഞുപോയി. ലോകത്തിൻ്റെ അന്ന് അറബികൾക്ക് എത്തിപ്പെടാൻ പറ്റുന്ന നാട്ടിലൊക്കെയും കൃത്യമായൊരു പഠനത്തിൽ അക്കാലത്തിനിടയിലാണ് മാലിക് ഇബ്നു ദീനാർ റളിയല്ലാഹു അൻഹു കേരളത്തിലെത്തുന്നത്, കൃത്യമായൊരു പഠനത്തിൽ. അപ്പോൾ ഇത് ഫത്ഹുൽ മുബീനാണോ? അല്ലയോ? 2 കൊല്ലത്തിനിടയിൽ വ്യവസ്ഥകളൊക്കെയും തകർന്നു. പരസ്പരം പോരാടരുത് എന്ന 10 കൊല്ലത്തിനിടയിൽ മുസ്ലിങ്ങളുടെ സഖ്യകക്ഷികളോട് ഖുറൈശികൾ ആക്രമണം നടത്തി. സ്വാഭാവികമായും കരാർ തകർന്നു. മുസ്ലിങ്ങൾ തിരിച്ചടിക്കുമെന്ന് കണ്ടപ്പോൾ മക്കക്കാർ പിന്നെയും വന്നോ, നമുക്ക് കരാർ പുതുക്കാം, ഇനി പറ്റൂലാന്നോ, നിങ്ങളുടെ വ്യവസ്ഥകൾ പാലിക്കുന്നില്ല, നിങ്ങളുമായി കരാറിൽ ഏർപ്പെട്ടാൽ അത് ശരിയാവില്ല, അതുകൊണ്ട് ആ വ്യവസ്ഥ തന്നെ ദുർബലപ്പെടുത്തിയിരിക്കുന്നു എന്ന് പറഞ്ഞാണ് പിന്നീട് മക്ക വിജയത്തിലേക്ക് ആ കാര്യം എത്തുന്നത്. അപ്പോൾ ഇതാണ് ഹുദൈബിയ സന്ധി. സത്യത്തിൽ ഇതാണ് ഫത്ഹുൽ മുബീൻ. ഇങ്ങനെ ഒരു സമാധാന കാലവും ഇങ്ങനെ ചില വ്യവസ്ഥകൾ അവരിൽ നിന്ന് തന്നെ ഉണ്ടാവുകയും ചെയ്തത് മുസ്ലിമീങ്ങൾ വളരെ മനോഹരമായി ഉപയോഗപ്പെടുത്തി. ആ ഉംറ ഹിജ്റ 6-ാം കൊല്ലത്തിൽ ഹുദൈബിയയിൽ തടയപ്പെട്ട ആ ഉംറയ്ക്ക് പകരം 7-ാം കൊല്ലത്തിൽ മുസ്ലിമീങ്ങൾ ഉംറ ശാന്തമായി നിർവഹിക്കുകയും ചെയ്തു. അടുത്ത കൊല്ലം നിങ്ങൾക്ക് വരാം, 3 ദിവസം ഇവിടെ താമസിക്കാം എന്ന് കരാറിലുണ്ടല്ലോ. ആ കരാർ വ്യവസ്ഥ മുസ്ലിമീങ്ങൾ വളരെ ശാന്തമായി തന്നെ വളരെ ഗുണപരമായ രൂപത്തിൽ ഉപയോഗപ്പെടുത്തി. മുസ്ലിമീങ്ങളുടെ ചിട്ടകയും മുസ്ലിമീങ്ങളുടെ അന്തസ്സും അവരുടെ സംസ്കാരവും അവരുടെ പെരുമാറ്റ മര്യാദകളും തങ്ങൾ ഉപദ്രവിച്ച ആളുകൾ വരെ തങ്ങളോട് വളരെ സ്നേഹത്തിലും സമാധാനത്തിലും സൗഹാർദ്ദത്തിലും പെരുമാറുന്നതുമൊക്കെ മക്കക്കാർ കാണുകയും അവരുടെ മനസ്സിൽ വലിയ മാറ്റങ്ങൾ അതുണ്ടാക്കുകയും ചെയ്തു. ആ കോലത്തിലും ഹുദൈബിയ സന്ധി ഒരു വൻ വിജയമായിരുന്നു, ആ രൂപത്തിലും. ഇനി അക്കൂട്ടത്തിൽ ഒരു കാര്യം കൂടി പറയാനുള്ളത്, നമ്മൾ ഈ തവാഫ് ചെയ്യുമ്പോൾ ആണുങ്ങൾ ആദ്യത്തെ 3 തവാഫ് റമൽ നടക്കണം എന്ന് പറഞ്ഞല്ലോ. അത് ഈ കരാറുമായി ബന്ധപ്പെട്ട് പറയേണ്ടുന്ന ഒരു സംഗതിയാണ്. മക്കയിൽ വ്യാപകമായ പ്രചാരണമുണ്ടായിരുന്നു, മദീനത്ത് പോയി മുസ്ലിമീങ്ങൾ പട്ടിണി കിടന്ന് ഒന്നുമല്ലാതായിരിക്കണം, ആരോഗ്യം ക്ഷയിച്ചിരിക്കണം, ഒന്നുമല്ലാതായിരിക്കണം. അപ്പോൾ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഉംറത്തുൽ ഖളാ എന്നാണ് ഈ ഉംറക്ക് പറയുക. ഹിജ്റ 7-ാം കൊല്ലത്തിലാണ് ഇത് നടക്കുന്നത്. ഉംറത്തുൽ ഖളാ എന്ന് വരുമ്പോൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, നമ്മളെപ്പറ്റി ഇങ്ങനെ ഒരു അപഖ്യാതി
മക്കക്കാർക്കിടയിൽ അവർ നേതാക്കന്മാർ പറഞ്ഞു പ്രചരിപ്പിച്ചിട്ടുണ്ട്. അതുകൊണ്ട് അത് തിരുത്തണം. ആദ്യത്തെ 3 തവണ നമ്മൾ നടക്കുന്നത് നല്ല ചൊടിയോടെ ചുണയോടെ മണൽ പൊരിയുന്നത് പോലെയാവണം. ഈ മണൽ പൊരിയുക എന്ന് പറഞ്ഞാൽ ഞങ്ങൾക്ക് മനസ്സിലായില്ലേ? അതിനാണ് റമൽ എന്ന് പറയാം. മണൽ പൊരിയുന്നത് പോലെ, നമ്മൾ ചട്ടിയിൽ കടുകിട്ടതുപോലെ എന്ന് പറയില്ലേ, അങ്ങനെ തുള്ളി തുള്ളി നടക്കണം എന്ന് പറഞ്ഞ ആ റമൽ നടത്തം ആ ഒരു ഹുദൈബിയ സന്ധിയിൽ നിന്ന് രൂപപ്പെട്ടു വന്ന ആദ്യത്തെ ഉംറയിൽ തുടങ്ങി വെച്ച കർമ്മമാണ്. അപ്പോൾ ഇനി പോകുന്ന ആളുകൾ ഇതൊക്കെ ഒന്ന് ഓർത്ത് ഒന്നുകൂടെ ഈമാനൊക്കെ നന്നാക്കി തക്കുവയോടെ കുറച്ചുകൂടെ ഒന്ന് പ്രവാചകൻ സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയോട് മഹത്തായ ആദരവോടുകൂടി ഇത് നിർവഹിക്കാൻ ശ്രമിക്കണം. അള്ളാഹു അനുഗ്രഹിക്കുമാറാവട്ടെ. അപ്പോൾ ഇതാണ് ഇന്നാ ഫതഹ്നാ ലക ഫത്ഹൻ മുബീനാ എന്നത്. തീർച്ചയായും നാം താങ്കൾക്ക് നൽകിയത് ഒരു വമ്പിച്ച വ്യക്തമായ വിജയം തന്നെയാകുന്നു എന്ന്. ഒറ്റയ്ക്കിരുന്നതിൻ്റെ കരാറുകളും മറ്റു കാര്യങ്ങളും പഠിച്ചാൽ മുസ്ലിമീങ്ങൾക്ക് ഏറ്റവും വലിയ പരാജയം നേരിട്ടത് ഹുദൈബിയ സന്ധിയിലാണെന്ന് തോന്നും. പക്ഷേ അതിനെ ആഴത്തിൽ അപഗ്രഥിച്ച് അത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയും അബൂബക്കർ സിദ്ദീഖ് ഉൾപ്പെടെയുള്ള സ്വഹാബികൾ നൽകിയ വ്യാഖ്യാനങ്ങളും പിന്നീട് അതിൻ്റെ പരിണിത ഫലങ്ങളും മനസ്സിലാക്കുന്ന ആളുകൾക്ക് ബോധ്യപ്പെടും അല്ലാഹു സുബ്ഹാനഹു വ തആല പറഞ്ഞത് 100% ശരിയാണ് എന്ന്. ഹുദൈബിയ സന്ധി കഴിഞ്ഞ് നിരാശയോടെ തിരിച്ചു പോകുന്ന മുസ്ലിങ്ങൾക്കിടയിലേക്കാണ് ഈ സൂറത്ത് വരുന്നത് എന്നതും ഇതിൻ്റെ പ്രത്യേകതയാണ്. ഹുദൈബിയ സന്ധി കഴിഞ്ഞ് ഉംറ നിർവഹിക്കാൻ കഴിയാതെ മുടി വടിച്ച് നിരാശയോടെ തിരിച്ചു പോകുന്ന ആൾക്കൂട്ടത്തിനിടയിലേക്കാണ് ജിബ്രീൽ ഇന്നാ ഫതഹ്നാ ലക ഫത്ഹൻ മുബീനാ എന്ന് പറയുന്നത്. അപ്പോൾ സഹാബികൾക്ക് ആകെ കൂടി ഒരു ആവേശമായി. കാരണം ഇതൊരു വൻ വിജയമാണ് സംഭവിച്ചിട്ടുള്ളത് എന്ന് അല്ലാഹു സുബ്ഹാനഹു വ തആല പറഞ്ഞാൽ ഓൽക്ക് മനസ്സിലാകും. അത് നമ്മൾ മനസ്സിലാക്കിയ പോലെയല്ല അതിൻ്റെ കിടപ്പ്. അതിനെന്തെങ്കിലും ഒരു ഗുണം, എന്തോ ഒരു മഹത്തായ നേട്ടം അതിലുണ്ട് എന്ന്. അങ്ങനെ വേണം ഖുർആനെ പഠിക്കാൻ എന്നുകൂടിയാണ് ഈ കൂട്ടത്തിൽ പറയുന്നത്. ഖുർആൻ്റെ പല പദപ്രയോഗങ്ങളും ഇസ്ലാമിൻ്റെ പല ചരിത്ര വസ്തുതകളും സംഭവങ്ങളും ചിലപ്പോൾ നമ്മുടെ ബുദ്ധിക്കും യുക്തിക്കും പെട്ടെന്ന് ഇണങ്ങിക്കൊള്ളണം എന്നില്ല. നേർക്കുനേരെ അനുഭവിച്ച മനുഷ്യന്മാർക്ക് പോലും ബോധ്യപ്പെടാത്ത കാര്യങ്ങളാണ് 1450 കൊല്ലം ഇപ്പുറത്ത് നിന്ന് നമ്മൾ പഠിക്കാൻ ശ്രമിക്കുന്നത് എന്നത് കൂടി നമ്മളൊന്ന് ആലോചിക്കേണ്ടതുണ്ട്. അതുകൊണ്ടാണ് മഹാപണ്ഡിതന്മാർ പറഞ്ഞത് മൻകാല ഫിൽ ഖുർആനി ബിറഅയിഹി ഫല്യതബവ്വ മഖഅദഹു മിനന്നാർ വലൗ സഹ. പരിശുദ്ധ ഖുർആന് സ്വാഭീഷ്ടപ്രകാരം അർത്ഥവും ആശയവും കണ്ടെത്തുവാൻ ഒരാൾ ശ്രമിച്ചാൽ ഭാഷാപരമായി അയാൾ പറയുന്ന അർത്ഥവും ആശയവും ശരിയാണെങ്കിൽ പോലും അയാൾക്ക് നരകത്തിലാണ് ഇരിപ്പിടം. കാരണം അതിനർത്ഥം പറയുവാൻ വേണ്ടിയാണ്, അത് വിശദീകരിക്കാൻ വേണ്ടിയാണ്, അതിൻ്റെ ആശയം പ്രവൃത്തിപഥത്തിൽ കാണിച്ചു തരാൻ വേണ്ടിയാണ് അല്ലാഹു സുബ്ഹാനഹു വ തആല റസൂലിനെ വിട്ടിട്ടുള്ളത്. അപ്പം അത് റസൂൽ മനസ്സിലാക്കിയതുപോലെയേ മനസ്സിലാക്കാൻ പറ്റുള്ളൂ. റസൂൽ മനസ്സിലാക്കിയത് എങ്ങനെയാണ്? അത് സ്വഹാബത്തിൽ നിന്നാണ് പഠിക്കേണ്ടത്. ഇപ്പം സ്വഹാബത്തിൻ്റെ രീതിക്കാണ് നമ്മൾ മൻഹജുസ് സലഫ് അല്ലെങ്കിൽ ഫഹ്മു സ്വഹാബ എന്നൊക്കെ പറയുക. അത് അവരെങ്ങനെയാണോ മനസ്സിലാക്കിയത്, എങ്ങനെയാണോ ജീവിതത്തിൽ ഉൾക്കൊണ്ടത്, അങ്ങനെ മാത്രമേ അത് ഉൾക്കൊള്ളാൻ പാടുള്ളൂ. വല്ല ശാസ്ത്രീയമായ കണ്ടെത്തലുകൾ പുതുതായി നടത്തുന്നുണ്ടെങ്കിൽ അങ്ങനെയല്ലാതെ വിശ്വാസ മേഖലയിലും ആരാധനാ മേഖലയിലും ഒരു തരത്തിലുള്ള കൈകടത്തലുകളും നമ്മളിൽ നിന്ന് ഒരാളിൽ നിന്നും ഉണ്ടായിക്കൂടാ, അത് അനുവദിച്ചും കൂടാ. അതാര് പറഞ്ഞാലും അതിനെ തള്ളണം. അങ്ങനെ ഒരു ഈമാൻ നിലനിർത്താൻ അള്ളാഹു തൗഫീഖ് ചെയ്യുമാറാവട്ടെ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി.